ഓരോ ഹൃദയങ്ങളിലും പരിശുദ്ധാത്മാവ് മാത്രം ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ ഇറങ്ങി വരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഓരോ ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഒരു പ്രാർത്ഥനയോട് കൂടെ ആയിരിക്കുക. ഇന്ന് കേൾക്കാൻ പോകുന്ന വചനം അത് ദൈവം സംസാരിക്കുന്നത് എൻ്റെ അടുത്തിരിക്കുന്ന ആളോടല്ല, എന്നോടാണ് ദൈവം സംസാരിക്കുന്ന ഒറ്റ പ്രാർത്ഥനയോടെ. എന്നോട് സംസാരിക്കണമേ എന്ന പ്രാർത്ഥനയോടെ ദൈവം നമ്മോട് സംസാരിക്കും. ദൈവം നമ്മോട് വചനത്തിലൂടെ സംസാരിക്കും. അത് നമ്മുടെ ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്തും. വചനത്തിൽ വിശ്വസിക്കുക. വചനത്തിന് ശക്തിയുണ്ട്. ആ വചനം നമ്മുടെ ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്തും. ആ വചനം നമ്മുടെ ജീവിതങ്ങളെ സൗഖ്യമാക്കും. നമുക്ക് ആ വചനത്തിലേക്ക് കടക്കാം. ഇന്ന് ഞാൻ സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് പരിശുദ്ധാത്മാവിനെ പറ്റിയാണ്. പരിശുദ്ധാത്മാവിനെ പറ്റി. പക്ഷെ ഒരു വേറിട്ട സ്ഥലത്ത് നിന്ന് തുടങ്ങിയിട്ട് നമ്മൾ പരിശുദ്ധാത്മാവിലെത്തും. അപ്പോൾ എല്ലാവരും വളരെ പ്രാർത്ഥനയോടുകൂടെ ആയിരിക്കുക. പരിശുദ്ധാത്മാവിൽ നിറയണമെന്ന ആഗ്രഹത്തോടെ ആയിരിക്കുക. നമ്മളെല്ലാവരിലും പരിശുദ്ധാത്മാവുണ്ട്. എങ്കിലും കുറച്ചുകൂടെ അല്പം കൂടെ പരിശുദ്ധാത്മാവിനോട് ഒന്നുകൂടെ അടുക്കുവാൻ ഈ ഒരു പ്രാർത്ഥനാ കൂട്ടായ്മ ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ വായിച്ചു കേട്ട വചനഭാഗത്ത് നിന്നാണ് കൂടുതൽ ചിന്തിക്കാനായിട്ട് പോകുന്നത്. എങ്കിലും തുടക്കത്തിൽ തന്നെ നമുക്ക് ലാസറിൻ്റെയും മാർത്തയുടെയും മറിയയുടെയും കഥ നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? അപ്പോൾ അത് നമ്മൾ കാണുന്നത് യോഹന്നാൻ എഴുതിയ സുവിശേഷം 11-ാം അധ്യായം അതിൻ്റെ 17 മുതൽ 27 വരെയുള്ള ഭാഗത്താണ്. അപ്പോൾ ഇന്ന് ഒരു പ്രത്യേകതയുണ്ട്. ഇന്ന് നിങ്ങളോട് സംസാരിക്കാനായിട്ട് ഈ വചനം പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് എനിക്ക് ദൈവം തന്ന ഓരോ വചനങ്ങളും അത് തന്നെ ഓരോ പ്രസംഗത്തിന് തുല്യമാണ്. അപ്പോൾ എല്ലാ വചനങ്ങളും ഒത്തിരി വ്യാഖ്യാനിക്കാനുള്ളതാണ്. ഈ ചുരുങ്ങിയ സമയം കൊണ്ട് ഒരിക്കലും അതിന് പറ്റത്തില്ല. അപ്പോൾ ഈ പറയുന്ന വചനങ്ങൾ കഴിയുമെങ്കിൽ ഹൃദയത്തിൽ സംഗ്രഹിക്കുക, അത് വീട്ടിൽ പോയിട്ട് ധ്യാനിക്കുക. വളരെ അനുഗ്രഹമായിരിക്കും. ശരി, യോഹന്നാൻ എഴുതിയ സുവിശേഷം 11-ാം അധ്യായൻ്റെ 17 മുതൽ 27 വരെയുള്ള ഭാഗത്താണ് നാം ലാസറിൻ്റെയും മാർത്തയുടെയും മറിയയുടെയും കഥ കാണുന്നത്. അവിടെ ഇപ്രകാരം കാണുന്നു: ലാസർ മരിച്ചു. ഈ മാർത്തയ്ക്കും മറിയയ്ക്കും ആകെയുള്ളത് ലാസർ എന്ന ഒരൊറ്റ സഹോദരൻ മാത്രമാണ്. ആകെ ഉണ്ടായിരുന്ന ആ തണലായിരുന്ന സഹോദരൻ ഇതാ മരിച്ചിരിക്കുന്നു. അപ്പോൾ യേശുവിൻ്റെ അടുത്ത് എല്ലാവരും പറഞ്ഞു, ഇങ്ങനെ നിന്റെ സ്നേഹിതനാണല്ലോ ലാസർ, അദ്ദേഹം മരിച്ചുപോയെന്ന് പറഞ്ഞു. അപ്പോൾ യേശു 4 ദിവസം കഴിഞ്ഞ് മരിച്ചു അടക്കി 4 ദിവസം കഴിഞ്ഞിട്ടാണ് യേശു 4-ാമത്തെ ദിവസമാണ് ആ ഒരു ഭവനത്തിലേക്ക് എത്തുന്നത്. ലാസർ മരിച്ചു 4-ാമത്തെ നാൾ ആ ഭവനത്തിലെത്തുമ്പോൾ മാർത്ത ഇപ്രകാരം പറയണം: അല്ലയോ കർത്താവേ, കരഞ്ഞുകൊണ്ട് പറയാം, ആകെ ഉണ്ടായിരുന്ന ലാസറാണ്, ആകെ ഉണ്ടായിരുന്ന സഹോദരനാണ്, ഇനി ആരും തുണയായിട്ടില്ല. അപ്പോൾ ഇപ്രകാരം പറയണം: കർത്താവ്, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു. അല്ലെ, കർത്താവ് ഒത്തിരി അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നവന്. കർത്താവിൻ്റെ അടുക്കൽ വന്ന ഒരുവൻ പോലും സൗഖ്യമാകാതെ മടങ്ങിയിട്ടില്ല. കർത്താവ് എല്ലാവരെയും സൗഖ്യമാക്കിയാണ് വിട്ടയച്ചത്. അപ്പോൾ അതുപോലെ യേശു ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ലാസർ മരിക്കയില്ലായിരുന്നു എന്ന് പറഞ്ഞു. യേശു പറയാണ്, നിന്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന്. അപ്പോൾ മാർത്ത ഇപ്രകാരം പറഞ്ഞു: അതേ കർത്താവെ, ഞാൻ അറിയുന്നു, എന്തായാലും മരിച്ചുപോയി. പുനരുത്ഥാനത്തിൽ നീ ഇനി പുനരുത്ഥാന നാളിൽ അവൻ ഉയർത്തെഴുന്നേൽക്കും, എൻ്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറയും. അപ്പോൾ യേശു പറയുകയാണ്, ഞാൻ തന്നെയാണ് പുനരുത്ഥാനവും ജീവനും. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ഒരു ക്രൈസ്തവൻ്റെ ഏറ്റവും വലിയ പ്രത്യാശ ഇതാണ്: മരണശേഷവും എനിക്കൊരു ജീവിതം ഉണ്ട്. മരണശേഷവും എനിക്കൊരു ജീവിതം ഉണ്ട്. ശരി, അങ്ങനെയെങ്കിൽ ഈ മരണശേഷം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു പ്രധാനപ്പെട്ട സംഭവമുണ്ട്. അതാണ് റോമർക്ക് എഴുതിയ ലേഖനത്തിൽ 8-ാം അധ്യായം 23-ാമത്തെ വചനം. ആത്മാവെന്ന ആദ്യദാനം ലഭിച്ചിരിക്കുന്ന നാമും നമ്മുടെ ശരീരത്തിൻ്റെ വീണ്ടെടുപ്പായ പുത്രത്വത്തിന് കാത്തുകൊണ്ട് ഉള്ളിൽ ഞരങ്ങുന്നു. ഞാൻ ഒന്നുകൂടെ ആ വചനം വായിക്കാം. ആത്മാവെന്ന ആദ്യദാനം ലഭിച്ചിരിക്കുന്ന നാമും നമ്മുടെ ശരീരത്തിൻ്റെ വീണ്ടെടുപ്പായ പുത്രത്വത്തിന് കാത്തുകൊണ്ട് ഉള്ളിൽ ഞരങ്ങുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ വീണ്ടെടുപ്പ് എന്നൊരു വാക്ക് നമ്മളവിടെ കാണുകയാണ്. അതുപോലെ ആത്മാവെന്ന ആദ്യദാനം ലഭിച്ചിരിക്കുന്നവർ എന്ന് നമ്മൾ കാണുകയാണ്. വളരെ ശ്രദ്ധിക്കുക. ഇതാണ് നമ്മുടെ വചനത്തിൻ്റെ മർമ്മങ്ങൾ എന്ന് പറയുന്നത്. മർമ്മപ്രധാനമായിട്ടുള്ള കാര്യം.
ഇതൊരു ക്രൈസ്തവൻ അല്ലെങ്കിൽ എല്ലാ വ്യക്തികളും ഇത് അറിഞ്ഞിരിക്കണം. മൂന്ന് കാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കുക. ഒന്നാമത്തെ കാര്യം, ഞാനൊരു ഡോക്ടർ ഏകദേശമായി തജിക്കിസ്ഥാനിലായി. അപ്പോൾ ഇനി ഇവിടെ ഇച്ചിരി നാളുകളൂടെ ഉള്ളൂ, ദൈവം അനുവദിക്കുകയാണെങ്കിലാവും. അപ്പോൾ നമ്മൾ പഠിക്കുമ്പം തന്നെ ഒത്തിരി കാര്യങ്ങൾ അറിയാം. ഒരു പഠിക്കുന്ന ശരീരത്തെ പറ്റിയാണല്ലോ. അപ്പോൾ ഒരു ശരീരം ദൈവം നിർമ്മിച്ചിരിക്കുന്നത്, നമ്മുടെ ശരീരം ദൈവം നിർമ്മിച്ചിരിക്കുന്നത് ഒന്ന് നമ്മൾ ഈ പുറമേ കാണുന്ന ശരീരം. ഇനി നമ്മളടുത്ത് ഇടയ്ക്കിടയ്ക്ക് ആരോ സംസാരിക്കുന്ന പോലെ തോന്നാറുണ്ട് അല്ലേ? നമ്മൾ ഇതാരാ എൻ്റെ അടുത്ത് സംസാരിക്കുന്നേ എന്ന് ചിന്തിക്കാറുണ്ട്. നമ്മുടെ മനസ്സ് നമ്മൾ എന്തേലും വളരെ മനോഹരമായിട്ട് കാണുമ്പോൾ അത് വാങ്ങിച്ച് കഴിക്കാടാ എന്ന് പറയും അല്ലേ? ആരോ ഉള്ളിൽ നിന്ന് നമ്മോട് ഭയങ്കരമായിട്ട് സംസാരിക്കാം. അതാരാ? നമ്മുടെ മനസ്സ്. 2, നമ്മുടെ മനസ്സ്. 3, ഇനി മൂന്നാമതായിട്ട് ഇതിനും ഉള്ളിൽ നമ്മുടെ ഉള്ളിൽ ഒരാളെ ആക്കി വെച്ചിട്ടുണ്ട്. ആരാ? ആത്മാവ്. ദൈവം നമ്മുടെ എല്ലാവരുടെ ഉള്ളിലും ഒരാത്മാവിനാക്കി വെച്ചിട്ടുണ്ട്. ഒന്നാമത് നമുക്കൊരു ശരീരമുണ്ട്, രണ്ടാമത് നമുക്കൊരു മനസ്സുണ്ട്, മൂന്നാമത് നമുക്കൊരു ആത്മാവുണ്ട്. വളരെ ശ്രദ്ധിക്കുക, നമുക്കൊരു ആത്മാവുണ്ട്. എന്നാൽ ഈ ആത്മാവിനെ ദൈവം എന്തിനാണ് നമുക്ക് തന്നതെന്ന് ചോദിച്ചാൽ, ഇന്ന് നമ്മുടെ മനസ്സ് നമ്മളെ ഉപദേശിക്കുന്നത് പോലെ, അല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് പോകാം എന്ന് നമ്മൾ വിചാരിക്കുമ്പോൾ ഇന്ന് മഴയാണ് പോകണ്ട എന്ന് നമ്മുടെ മനസ്സ് പെട്ടെന്ന് ചിന്തിക്കും അല്ലേ? ഇതുപോലെ നമ്മുടെ ആത്മാവിനും നമ്മോട് സംസാരിക്കാൻ കഴിവുണ്ടായിരുന്നു. അതിനു വേണ്ടിയാണ് ദൈവം നമ്മുടെ ഉള്ളിൽ നമ്മുടെ ആത്മാവിനാക്കി വച്ചിരുന്നത്. പക്ഷേ ഏദേൻ തോട്ടത്തിൽ ദൈവം ആദാമിനോട് പറഞ്ഞു, നീ ഈ വൃക്ഷത്തിന്റെ ഫലം ഭക്ഷിക്കരുതെന്ന്. നീ ഈ വൃക്ഷത്തിന്റെ ഫലം ഭക്ഷിക്കരുത്, ഭക്ഷിക്കുന്ന നാളിൽ നീ മരിക്കും എന്ന് പറഞ്ഞു. എന്നാൽ നാം ആദാമിന്റെ കഥ കാണുന്നുണ്ട്. ആദാം ആ വൃക്ഷത്തിന്റെ ഫലം ഭക്ഷിക്കുന്നുണ്ട്, മരിക്കുന്നുണ്ടോ? ഇല്ല. സ്വാഭാവികമായിട്ട് നമ്മൾ നോക്കുമ്പോൾ മരിക്കുന്നില്ല. പക്ഷെ അന്ന് അവിടെ ആദാമിന് സംഭവിച്ച ഒരു ഏറ്റവും മർമ്മപ്രധാനമായിട്ടുള്ള ഒരു സംഭവമുണ്ട്. ആദാമിലുണ്ടായിരുന്ന ആത്മാവ്, ദൈവം ആക്കി വെച്ചിരുന്ന ആത്മാവിന്റെ പ്രകാശം അവിടെ നഷ്ടപ്പെടുകയാണ്. അന്നത്തോടെ ആത്മാവിന്റെ കണ്ണുകൾ അവിടെ അടയുകയാണ്. അപ്പൊ ആത്മാവ് ഒന്നും അങ്ങോട്ട് സംസാരിക്കുന്നില്ല. ഇന്ന് ഈ പാരമ്പര്യമായിട്ട് നമുക്ക് രോഗങ്ങൾ വരുമെന്ന് പറയുന്നുണ്ട് അല്ലേ? നമ്മളിപ്പോൾ ഞാൻ പഠിക്കുമ്പോഴായാലും ഇനി ചികിത്സിക്കുമ്പോഴായാലും നമ്മൾ ചികിത്സിക്കുമ്പോൾ ഏറ്റവും വലിയൊരു ക്രൈറ്റീരിയയാണ് പാരമ്പര്യ രോഗങ്ങൾ. നമ്മളെ പേരൻസിൽ നിന്ന്, അപ്പനും അമ്മയിൽ നിന്നൊക്കെ നമുക്ക് പകർന്നു വരുന്ന രോഗങ്ങളുണ്ട്. നമ്മുടെ അപ്പനമ്മമാരിൽ നിന്ന് നമുക്ക് പകർന്നു വരുന്ന സ്വഭാവങ്ങളുണ്ട്. ഇപ്പോൾ എന്നെ നിങ്ങൾ കാണുമ്പോൾ എൻ്റെ അപ്പനെയും അമ്മയും നിങ്ങൾക്ക് ഓർക്കാം. എൻ്റെ അപ്പനും അമ്മയും ഇന്നിവിടെ ആയിരിക്കും. ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. എനിക്ക് രണ്ടുപേരും ഒരുമിച്ചുള്ളപ്പോൾ ഇങ്ങനെ ഒരു കൂട്ടായ്മയിൽ സംസാരിക്കാൻ പറ്റുന്നത് ഇത് വളരെ നാളുകൾക്ക് ശേഷമാണ് തോന്നുന്നു. ഓക്കെ, എന്തായാലും അത് ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. അപ്പോൾ നിങ്ങൾ എന്നെ കാണുമ്പോൾ ഞാൻ ആരാണ്? എൻ്റെ അപ്പനും അമ്മയുടെയും ഒരു എൻ്റെ അപ്പനും അമ്മയും തന്നെയാണ് ശരിക്കും ഞാനെന്ന് പറയുന്നത്. അതുപോലെ നമുക്ക് പാരമ്പര്യമായിട്ട് കിട്ടിയ ഒരു കഴിവെന്നതുപോലെ, ഒരു മഹാത്മ്യം എന്ന് പറയുന്നത് പോലെ ആദാമിൽ നിന്ന് നമുക്ക് കിട്ടിയ ഒന്നാണ് പാപ സ്വഭാവം. മനുഷ്യരായിട്ട് ജനിക്കുന്ന എല്ലാവരും പാപം ചെയ്യും. പാപം ചെയ്യാതെ അവൻ ഇരിക്കാൻ പറ്റത്തില്ല. അങ്ങനെ പാപം ചെയ്യുമ്പോൾ അവൻ്റെ ഉള്ളിൽ ആത്മാവ് മരിക്കുകയാണ്. അവൻ്റെ ഉള്ളിൽ ആത്മാവ് നഷ്ടപ്പെടുകയാണ്. അവൻ്റെ ഉള്ളിൽ ആത്മാവിൻ്റെ കണ്ണുകൾ അടയുകയാണ്. അവൻ്റെ ഉള്ളിൽ ആത്മാവിൽ ഉണ്ടായിരുന്ന പ്രകാശം നഷ്ടപ്പെടുകയാണ്. ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു. ഇനിയാണ് നമ്മുടെ ജീവിതത്തിൽ ദൈവം ചെയ്യുന്ന 3 കാര്യങ്ങൾ സംഭവിക്കും. ഞാൻ പറഞ്ഞു നമുക്ക് എന്തൊക്കെയുണ്ട്? ഒരു ആത്മാവുണ്ട്, ഒരു മനസ്സുണ്ട്, ഒരു ശരീരമുണ്ട്. ദൈവം നമ്മളിൽ ചെയ്യുന്ന 3 പ്രവൃത്തികളാണ്. ആദ്യം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ചെയ്യുന്ന പ്രവൃത്തിയാണ് നമ്മുടെ ആത്മാവിൻ്റെ വീണ്ടെടുപ്പ്. നമ്മുടെ ഉള്ളിലുള്ള നമ്മുടെ ആത്മാവിൻ്റെ വീണ്ടെടുപ്പ്. രണ്ടാമത് ദൈവം ചെയ്യുന്ന ഒരു കർത്തവ്യമാണ് നമ്മുടെ മനസ്സിൻ്റെ വീണ്ടെടുപ്പ്. മൂന്നാമത് അവൻ ചെയ്യുന്ന ഒന്നാണ് നാം ഇവിടെ വായിച്ചു കേട്ട നമ്മുടെ ശരീരത്തിൻ്റെ വീണ്ടെടുപ്പ്. വളരെ ശ്രദ്ധയോടെ ആയിരിക്കാം. ഞാൻ അതിശയിച്ചിട്ടുണ്ട്. പലപ്പോഴും ഞാനിത് ഒത്തിരി കേട്ടിട്ടില്ല. ഈ ഭാഗങ്ങൾ, ഈ ലേഖന ഭാഗത്തുള്ള ഈ കാര്യങ്ങളൊക്കെ, ഇത്രയും മർമ്മപ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ പലപ്പോഴും കേൾക്കാൻ പോലും കിട്ടാറില്ല. ഇതാണ് നമ്മുടെ ജീവിതത്തിൽ വേണ്ടത്. ഇതാണ് നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കാനായിട്ട് പോകുന്നത്. ശ്രദ്ധിക്കുക, ഒന്നാമതായിട്ട് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് നമ്മുടെ ആത്മാവിൻ്റെ വീണ്ടെടുപ്പ്. ദൈവം ചെയ്യുന്ന ഒന്ന്
നമ്മുടെ ആത്മാവിന്റെ വീണ്ടെടുപ്പ്, രണ്ടാമത് നമ്മുടെ മനസ്സിന്റെ വീണ്ടെടുപ്പ്, മൂന്നാമത് നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പ്. ഞാൻ ഒത്തിരി അങ്ങ് ഡെപ്തായിട്ട് പോകുന്നില്ല, ഒത്തിരി ആഴങ്ങളിലേക്ക് ഇറങ്ങുന്നില്ല, അതിന്റെ സമയമില്ല. വളരെ ലളിതമായിട്ട് ഇതിന്റെ പുറമേ നിന്ന് മാത്രം സംസാരിക്കുന്നു. ഒന്നാമതായിട്ട് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതാണ് ആത്മാവിന്റെ വീണ്ടെടുപ്പ്. ഇതെപ്പോഴാണ് സംഭവിക്കുന്നത്? ഒരു മനുഷ്യൻ യേശുവിനെ കർത്താവും രക്ഷിതാവുമായിട്ട് സ്വീകരിക്കുമ്പോൾ, ഒരു മനുഷ്യൻ എന്നിൽ നിന്ന് പാപമല്ലാതെ മറ്റൊന്നും പുറപ്പെടുന്നില്ല എന്ന് മനസ്സിലാക്കുമ്പോൾ, എന്നെ രക്ഷിക്കാൻ, എനിക്കിനി ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ, കാരണം വചനം പറയുന്നു വിശുദ്ധരായിട്ടുള്ള അല്ലാതെ ആർക്കും ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ കഴിയത്തില്ല. വിശുദ്ധരായിട്ടുള്ള ആർക്കും, കാരണം ദൈവം വിശുദ്ധൻ. അപ്പൊ ഈ ഒരു ജീവിതം കൊണ്ട് ദൈവം നമ്മളെ വിശുദ്ധരാക്കി തീർക്കുകയാണ്. അതെങ്ങനെയാണ്? ഒന്നാമതായിട്ട് നമ്മുടെ ആത്മാവിന്റെ വീണ്ടെടുപ്പ്. അത് സംഭവിക്കുന്നത് യോഹന്നാൻ എഴുതിയ സുവിശേഷം 3-ാം അധ്യായം അതിന്റെ ആദ്യത്തെ 1 മുതൽ 5 വരെയുള്ള ഭാഗങ്ങളിൽ നമ്മൾ ഇപ്രകാരം കാണുന്നുണ്ട്: പുതുതായി ജനിച്ചില്ല എങ്കിൽ നിങ്ങൾ ദൈവരാജ്യത്തിൽ പ്രവേശിക്കത്തില്ല. അതുപോലെ നമ്മൾ കാണുന്നുണ്ട്, നിങ്ങൾ വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ പ്രവേശിക്കത്തില്ല. ഞാൻ വളരെ ലളിതമായിട്ട് മാത്രം പറയുന്നു, ശ്രദ്ധിക്കാം. നാം യേശുവിനെ സ്വീകരിക്കുമ്പോൾ, കർത്താവ് രക്ഷിതാവുമായിട്ട് സ്വീകരിക്കുമ്പോൾ, നമ്മുടെ ഉള്ളിൽ പ്രകാശം നഷ്ടപ്പെട്ട ആത്മാവ്, നമ്മുടെ ഉള്ളിൽ മരണപ്പെട്ട് കിടക്കുന്ന ആത്മാവ് അണഞ്ഞിരിക്കുന്ന ഒരു മെഴുകുതിരി പോലെ, അണഞ്ഞ മെഴുകുതിരി പോലെ നമ്മുടെ ഉള്ളിൽ കാണുന്ന നമ്മുടെ ആത്മാവിലേക്ക് ദൈവത്തിൻ്റെ ആത്മാവ് ഇറങ്ങി വരുന്നു. ദൈവത്തിൻ്റെ ആത്മാവ്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളത്തിലേക്ക് ഇറങ്ങി വരുന്നു. ഒരു കത്തി പ്രകാശിച്ച് ജ്വലിക്കുന്ന മെഴുകുതിരി എപ്രകാരമാണ് അണഞ്ഞിരിക്കുന്ന ഒരു മെഴുകുതിരിയുടെ അടുക്കിലേക്ക് വന്ന് അതിനെ പ്രകാശിക്കുന്നുവോ, അതുപോലെ നമ്മുടെ ഉള്ളത്തിലേക്ക് ദൈവത്തിൻ്റെ ആത്മാവ് ഇറങ്ങി വരുന്നു. അന്നു മുതൽ നാം ആത്മാവിൽ ജീവനുള്ളവരായിട്ട് മാറുന്നു. അന്നു മുതൽ ഈ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളത്തിൽ വരും. നമ്മുടെ ആത്മാവ്, നമ്മുടെ ഉള്ളത്തിൽ പണ്ട് അണഞ്ഞു പോയ ആ ആത്മാവ് നമ്മുടെ ഉള്ളത്തിൽ ജീവിക്കാനായിട്ട് ആരംഭിക്കും. അതാണ് ആത്മാവിന്റെ വീണ്ടെടുപ്പ്. രണ്ടാമതായിട്ട് സംഭവിക്കുന്ന മനസ്സിന്റെ വീണ്ടെടുപ്പ്. മനസ്സിന്റെ വീണ്ടെടുപ്പ് ഇതെന്താണെന്ന് ചോദിച്ചാൽ, ഇതൊരു ആയുസ് മുഴുവൻ എടുക്കുന്നു. നാം യേശുവിനെ സ്വീകരിക്കുന്ന അന്ന് മുതൽ നാം എന്നാണോ മരിക്കുന്നത് അതുവരെയുള്ള സമയത്ത് ദൈവം ഒരു കുശവന്റെ കയ്യിലെ പാത്രം എന്ന വണ്ണം നമ്മളെ ഇങ്ങനെ പണിയും, നമ്മളെ പണിയും. ആ പാത്രം ഇച്ചിരി കൊള്ളില്ല എന്ന് തോന്നുമ്പോൾ അതിനെ ഒന്നുകൂടെ ഉടയ്ക്കും, അതിനെ തകർക്കും, അതിനെ നുറുക്കും, എന്നിട്ട് വീണ്ടും അതിനെ പണിയും. അതുപോലെ നമ്മുടെ മനസ്സ് എത്രത്തോളം കാപട്യം നിറഞ്ഞതാണ് നമ്മുടെ മനസ്സ്, എത്രത്തോളം എന്താണ് പാപം നിറഞ്ഞതാണ് നമ്മുടെ മനസ്സ്. ഈ മനസ്സിനെ ആർക്കാണ് ശുദ്ധീകരിക്കാൻ കഴിയുന്നത്? അത് ദൈവത്തിന് മാത്രമേ സാധിക്കത്തുള്ളൂ. ആ ദൈവത്തിന് മാത്രമേ സാധിക്കത്തുള്ളൂ. ഓരോ ദിവസവും അനുദിനം ഓരോ ദിവസവും നമ്മെ യേശുവിനെ പോലെ ആക്കി തീരുവാൻ, യേശുവിന്റെ സ്വഭാവത്തോട് അനുരൂപരാക്കി തീർക്കുവാൻ പിതാവ് ആഗ്രഹിക്കുകയാണ്. അതിനുവേണ്ടിയാണ് നമ്മുടെ ജീവിതത്തിൽ ഓരോ കഷ്ടതകൾ വരുന്നത്. അതിനുവേണ്ടിയാണ് ചില സമയങ്ങളിൽ നമ്മുടെ ഓരോരുത്തരുടെ ജീവിതങ്ങളിൽ ചില ബുദ്ധിമുട്ടുകൾ വരുന്നത്. എല്ലാം അങ്ങ് പിശാച് കൊണ്ടിരുന്നതല്ല. യേശുവിൽ വിശ്വസിക്കുന്ന ഒരു മനുഷ്യന്റെ ജീവിതത്തെ തൊടണമെങ്കിൽ ദൈവം പെർമിഷൻ കൊടുത്തിട്ടല്ലാതെ പറ്റത്തില്ല. ഇയ്യോബിന്റെ ജീവിതം നാം അറിയുന്നല്ലേ? ഇയ്യോബിന്റെ ജീവിതത്തിലേക്ക് സാത്താൻ ഓടിക്കേറി അങ്ങ് പോയോ? ഇല്ല, പറ്റത്തില്ല. ദൈവം അനുവദിക്കാതെ, ദൈവം വേലി കെട്ടി സൂക്ഷിക്കുന്ന ഒരു മനുഷ്യന്റെ ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയത്തില്ല. അതുപോലെ യേശുവിനെ കർത്താവും രക്ഷിതാവുമായിട്ട് നാം സ്വീകരിച്ചവരാണെങ്കിൽ, യേശുവിനെ കർത്താവും രക്ഷിതാവുമായിട്ട് നാം സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഒരു പിശാചിനും തൊടാൻ കഴിയത്തില്ല. ദൈവം അനുവദിക്കാതെ. പക്ഷെ ചില സമയങ്ങളിൽ ദൈവം ഏൽപ്പിച്ചു കൊടുക്കും. എന്തിനാണെന്നറിയോ? നമ്മളെ വിശുദ്ധീകരിക്കാൻ. കുറച്ചുകൂടെ കഷ്ടങ്ങളിലൂടെ മാത്രമേ. എന്നും പരവതാനിയും സുഖവുമായിരുന്നാൽ ഒരിക്കലും നമ്മൾ ദൈവത്തിൻ്റെ അടുത്ത് പോകത്തില്ല. ഈ കഷ്ടങ്ങളിലൂടെ ഓരോ ദിവസവും നമ്മുടെ മനസ്സിൻ്റെ വിശുദ്ധീകരണം, നമ്മുടെ അഹങ്കാരമൊക്കെ അങ്ങ് കുറയുക. നമ്മുടെ അഹങ്കാരമൊക്കെ കുറഞ്ഞ് നാം യേശുവിനെ പോലെ ആയിത്തീരണമെന്ന് പിതാവായ ദൈവം ആഗ്രഹിക്കുന്നു. മൂന്നാമതായിട്ട് നമ്മളിവിടെ വായിച്ചു കേട്ട ശരീരത്തിന്റെ വീണ്ടെടുപ്പ്. ഇപ്പൊ ഈ വായിച്ചു കേട്ട ഭാഗത്ത് ഇപ്രകാരമാണ് പറയുന്നത്. നമ്മളെ ഉള്ളിൽ ഇപ്പൊ പരിശുദ്ധാത്മാവ് വന്നിട്ടുണ്ടല്ലേ? ആദ്യം സംഭവിച്ച എന്താണ്? ആത്മാവിന്റെ വീണ്ടെടുപ്പ്. പരിശുദ്ധാത്മാവ് വന്നിട്ടുണ്ടല്ലേ? അപ്പൊ പരിശുദ്ധാത്മാവ് നമ്മുടെ ആത്മാവിലുണ്ട്. ആ ആത്മാവ് ഇപ്രകാരമാണ് ആഗ്രഹിക്കുന്നത്, ഈ ശരീരത്തിന്റെ വീണ്ടെടുപ്പ് നടന്നിരുന്നെങ്കിൽ എന്ന്. എന്താണ് ശരീരത്തിന്റെ വീണ്ടെടുപ്പ്? ഞാനിങ്ങനെ ഈ നാളുകളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഫോറൻസിക് മെഡിസിൻ എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റാണ്.
ഈ ഫോറൻസിക് മെഡിസിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിൽ ആർക്കെങ്കിലും അറിയാം എന്തിനെ പറ്റിയാണ് പഠിക്കുന്നതെന്ന്? എന്തിനെ പറ്റിയാണ് പറയുന്നത്? ഗോഡ്വിൻ ചേട്ടനൊക്കെ അറിയാം. എന്താണ്? ഡെഡ് ബോഡീസ്. എന്താണ്? മരണപ്പെട്ട ശരീരങ്ങൾ, മരിച്ച ശരീരങ്ങളെ പറ്റിയാണ് പഠിക്കുന്നത്. അപ്പോൾ ഈ മരിച്ച ശരീരങ്ങൾ എത്ര പെട്ടെന്ന് ജീർണിക്കും, ഏത് അവയവമാണ് ആദ്യം ജീർണിക്കുന്നത്, എത്ര സമയമെടുത്ത് ജീർണിക്കും. അപ്പോൾ നമ്മളിങ്ങനെ ഇത് പഠിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാവും, ഒരു വല്ലാത്തൊരു ജീർണിക്കലാണ്. വളരെ പെട്ടെന്ന് നമ്മുടെ ശരീരം ഒന്നുമില്ലാത്തൊരു ജീർണിച്ച് അങ്ങ് നശിച്ച് അങ്ങ് പോകുന്നു. ഒന്നും ബാക്കിയില്ലാതെ അങ്ങ് നഷ്ടപ്പെട്ടു പോവുകയാണ് നമ്മുടെ ഈ ശരീരം. എന്നാൽ ഒരു യേശുവിൽ വിശ്വസിക്കുന്ന വ്യക്തിക്ക് ഒരു പ്രതീക്ഷയുണ്ട്, ഒരു പ്രത്യാശയുണ്ട്. ഒരു ദിവസം യേശുവിന്റെ രണ്ടാം വരവിൽ അന്ത്യകാഹളം മുഴങ്ങുമ്പോൾ മരിച്ച് മണ്ണടിഞ്ഞു പോയ വിശുദ്ധന്മാർ ഉയർത്തെഴുന്നേൽക്കുന്നതിന്റെ കൂട്ടത്തിൽ ഞാനും ഉയർത്തെഴുന്നേൽക്കും. മണ്ണിന്റെ അടിയിൽ കുഴിച്ചിടപ്പെട്ട ഞാനും അന്ന് ഉയർത്തെഴുന്നേൽക്കും. അന്നത്തെ എനിക്കൊരു ശരീരം കിട്ടും. ആ ശരീരമാണ് ശരീരത്തിന്റെ വീണ്ടെടുപ്പ്. ആ ശരീരത്തിനൊരു പ്രത്യേകതയുണ്ട്. ആ ശരീരത്തിന് ഇനി രോഗങ്ങൾ വരികയില്ല. ആ ശരീരത്തിന് ഒരു രോഗത്തിനും കീഴ്പ്പെടുത്തുവാൻ കഴിയത്തില്ല. ആ ശരീരത്തിന് ഒന്നും കീഴ്പ്പെടുത്തുവാൻ കഴിയത്തില്ല. അങ്ങനെയുള്ളൊരു ആത്മീയ ശരീരം, അങ്ങനെയുള്ളൊരു സ്വർഗീയ ശരീരം ദൈവം എനിക്ക് നൽകും. അങ്ങനെ ഒരു ദിവസത്തിന് വേണ്ടി നമ്മുടെ ആത്മാവ് ഉള്ളിൽ ഞരങ്ങുന്നു എന്നാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് നമ്മുടെ ആത്മാവ് ഈ ഒരു ദിവസത്തിന് വേണ്ടി ഞരങ്ങുന്നത്? കാരണം എത്രയും പെട്ടെന്ന് ഈ ലോകത്തിന്റെ കഷ്ടതകളിൽ നിന്ന് ദൈവം ഒരുക്കിയിരിക്കുന്ന ആ സന്തോഷമുള്ള സ്ഥലത്തേക്ക് പോകുക, ദൈവം ഒരുക്കിയിരിക്കുന്ന ആ സന്തോഷമുള്ള ആ ഒരു ശരീരം, ആ സന്തോഷമുള്ള മഹത്വത്തിന്റെ ആ ഒരു സ്ഥലത്തേക്ക് എത്തുക എന്നതാണ് നമ്മുടെ ഉള്ളിൽ ആത്മാവ് ചിന്തിക്കുന്നത്. പക്ഷെ നാം എന്താണ് ചിന്തിക്കുന്നത്? നമ്മുടെ ശാസ്ത്രജ്ഞന്മാരും നമ്മുടെ ഡോക്ടേഴ്സ് എല്ലാം എന്താണ് ചിന്തിക്കുന്നത്? ഒരു ദിവസം കൂടെ എങ്ങനെ ജീവിതത്തെ പിടിച്ചു നിർത്താം, ഒരു ദിവസം കൂടെ എങ്ങനെ അധികം ജീവിക്കാം, അല്ലെ? അതിനുവേണ്ടിയല്ലേ ഇന്നത്തെ എല്ലാ കണ്ടുപിടുത്തങ്ങളും നടക്കുന്നത്? ഒരു ദിവസം കൂടെ എങ്ങനെ മനുഷ്യനെ മരിക്കാതെ, ഇന്നത്തെ ഏറ്റവും വലിയ ശാസ്ത്രജ്ഞന്മാർ ചെയ്യുന്ന എങ്ങനെ ഒരു വ്യക്തിക്ക് മരിക്കാതെ ജീവിപ്പിക്കാൻ പറ്റും എന്നാണ് ചിന്തിക്കുന്നത്. ബട്ട് നമ്മൾ ഈ ലോകത്ത് മരിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും ഉള്ള ഒരു പ്രത്യാശ, ഞാൻ ആദ്യം പറഞ്ഞ കാര്യം, യേശുവിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും അവൻ ജീവിക്കും. ഒരു നാൾ അവന്റെ ശരീരം അന്ത്യകാഹളത്തിങ്കൽ യേശു ക്രിസ്തു രണ്ടാമത് വരുമ്പോൾ അവന്റെ ശരീരം വീണ്ടും ഉയർത്തെഴുന്നേൽക്കും. അന്ന് അവന് ലഭിക്കാൻ പോകുന്ന ശരീരത്തിന് ആർക്കും കീഴ്പ്പെടുത്തുവാനായിട്ട് സാധിക്കത്തില്ല. അപ്പൊ 3 കാര്യങ്ങൾ. ഇത് എപ്പോഴാണ് സംഭവിക്കുന്നത്? നമ്മുടെ മരണശേഷം. അപ്പൊ ഒന്നുകൂടെ ഞാൻ പറയാം. ആദ്യം പറഞ്ഞത് നമ്മുടെ ആത്മാവിന്റെ വീണ്ടെടുപ്പ്. അത് സംഭവിക്കുന്നത് നാം വീണ്ടും ജനിക്കുമ്പോൾ, അല്ലെങ്കിൽ യേശുവിനെ കർത്താവും രക്ഷിതാവുമായിട്ട് സ്വീകരിക്കുമ്പോൾ. പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളത്തിലേക്ക് വരികയും പരിശുദ്ധാത്മാവ് നമ്മുടെ ആത്മാവിനെ ജീവിപ്പിക്കുകയും ചെയ്യുന്നു. ആരാ പരിശുദ്ധാത്മാവ്? ദൈവത്തിന്റെ ആത്മാവ്. രണ്ടാമത് നമ്മുടെ മനസ്സിന്റെ വീണ്ടെടുപ്പ്. ഇതൊരു ആയുസ് മുഴുവൻ നീളുന്ന ഒരു പ്രക്രിയയാണ്. മൂന്നാമത് സംഭവിക്കാൻ പോകുന്നത് നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പ്. അത് സംഭവിക്കാൻ പോകുന്നത് നമ്മുടെ മരണശേഷം. ശരി, ഇങ്ങനെയുള്ള ഒരു ക്രൈസ്തവൻ എന്ന് ഞാൻ ഉദ്ദേശിക്കുന്ന ക്രിസ്തീയ മതത്തിൽപ്പെട്ട ആരെയല്ല കേട്ടോ. ഒത്തിരി ക്രിസ്ത്യാനികളെ ഞാൻ കണ്ടിട്ടുണ്ട്. വെറും ക്രിസ്ത്യാനികൾ എന്ന പേര് മാത്രമുള്ളവർ, ക്രിസ്ത്യാനികളെ കൂടെ നാണം കെടുത്തുന്നവർ. അവർ കർത്താവേന്ന് വിളിക്കും. കർത്താവിൻ്റെ ഒരു സ്വഭാവം അവരുടെ അടുത്തൂടെ പോലും പോയിട്ടില്ല. അവർക്ക് കർത്താവിനെ അറിയത്തില്ല. അങ്ങനെയുള്ളവരെ പറ്റിയല്ല ഞാൻ പറയുന്നത്. ശരിക്കും യേശുവിനെ കർത്താവും രക്ഷിതാവുമായിട്ട് സ്വീകരിച്ച് ഈ വചനം വായിച്ച് അതെല്ലാ മതങ്ങളിലുള്ളവരും ഉണ്ട്. യേശുവിനെ അറിയാൻ ഭാഗ്യം ലഭിച്ചവർ, യേശുവിനെ രുചിക്കാൻ ഭാഗ്യം ലഭിച്ചവർ, അങ്ങനെയുള്ളവർ. അപ്പൊ അങ്ങനെയുള്ളവരുടെ ഒരു സ്വഭാവം, 2 സ്വഭാവങ്ങൾ ഞാൻ പറയാം. ഒന്നാമത്തെ സ്വഭാവം നമ്മൾ കാണുന്നത്, അവര് മത്തായി എഴുതിയ സുവിശേഷം അതിന്റെ 6-ാം അധ്യായത്തിൽ യേശു ഇപ്രകാരം അവരെ പറ്റി ഒരു കാര്യം പറയുന്നുണ്ട്. പുഴുവും തുരുമ്പും കെടുക്കുകയും കള്ളന്മാർ തുരന്ന് മോഷ്ടിക്കുകയും ചെയ്യുന്ന ഈ ഭൂമിയിൽ നിങ്ങൾ നിക്ഷേപം സ്വരൂപിക്കരുത്. പുഴുവും തുരുമ്പും കെടുക്കാതെയും കള്ളന്മാർ തുരന്ന് മോഷ്ടിക്കാതെയും ഇരിക്കുന്ന സ്വർഗത്തിൽ നിക്ഷേപം സ്വരൂപിച്ചുകൊള്ളി. അപ്പൊ അവരുടെ ഒരു വാഞ്ച ഇതാണ്, സ്വർഗത്തിൽ നിക്ഷേപം സ്വരൂപിക്കാനായിരിക്കും. അല്ലാതെ ഈ ലോകത്തെ മായാമോഹങ്ങൾക്ക് പുറകെ ഓടുന്നവരായിരിക്കില്ല. രണ്ടാമത്തെ സ്വഭാവം, കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം അതിന്റെ 1-ാമത്തെയും 2-ാമത്തെയും വചനത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്. അങ്ങനെയുള്ളവർ ഉയരത്തിലുള്ളത് നോക്കുന്നവരായിരിക്കും. ഉയരത്തിൽ,
അല്ലെങ്കിൽ ആത്മീയമായത്, അല്ലെങ്കിൽ വരാൻ പോകുന്ന ദൈവരാജ്യവുമായിട്ട് ബന്ധപ്പെട്ടത്, അല്ലെങ്കിൽ ദൈവവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെ കൂടുതൽ ആഗ്രഹിക്കുകയും കാക്ഷിക്കുകയും ചെയ്യുന്നവരായിരിക്കും. ഞാനൊരു ഉദാഹരണം പറയാം. ഒരിക്കല് ഒരു കോഴി അടയിരുന്നു. ഒരു കോഴി കുറേ മുട്ടകളും വെച്ച് അടയിരുന്നു. കഥയാണ്, കഥയിൽ ചോദ്യമല്ല കേട്ടോ. അപ്പോൾ ഈ അടയിരുന്ന കൂട്ടത്തിൽ ഒരു കഴുകന്റെ മുട്ട കൂടെ അതിലിരുന്നു. ഒരു കഴുകന്റെ മുട്ടയ്ക്ക് കോഴിയുടെ മുട്ടയുടെ കൂട്ടത്തിരിക്കാൻ പറ്റുമെന്ന് വെച്ചാൽ എനിക്കറിയത്തില്ല. നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കാം. അപ്പോൾ ഈ കഴുകൻ മുട്ടയും ഈ കോഴിക്കുഞ്ഞുങ്ങൾ വിരിഞ്ഞപ്പോൾ ആരും കൂടെ വിരിഞ്ഞു, കഴുകനും കൂടെ വിരിഞ്ഞു. അപ്പോൾ വളരെ സന്തോഷത്തോടെ ഈ ഫാമിലി അങ്ങനെ മുമ്പോട്ട് പോവുകയാണ്. ആരൊക്കെ ഉണ്ട് ഇപ്പോൾ ഈ ഫാമിലി കുടുംബത്തിൽ? കുറച്ച് കോഴിക്കുഞ്ഞുങ്ങളുണ്ട്, അതുപോലെ നല്ലൊരു കഴുകൻ കുഞ്ഞുണ്ട്. ഈ കോഴിക്കുഞ്ഞുങ്ങൾ 1-2 ഇരയെ കൊത്തി കഴിക്കുമ്പോൾ കഴുകനാണെങ്കിൽ ഒരു 10-15 ഇരയൊക്കെ കൊത്തി കഴിക്കുന്നു. ഇവനങ്ങ് വല്ലാതെ അങ്ങ് വീർത്തു. അപ്പോൾ ഒരു ദിവസം ഈ അമ്മക്കോഴിയും കോഴിക്കുഞ്ഞുങ്ങളും അതുപോലെ കഴുകനും കൂടെ ഇങ്ങനെ പമ്മി നടക്കുമ്പോൾ പെട്ടെന്ന് മുകളിലൂടെ ഒരു കഴുകൻ ഇങ്ങനെ പറന്നു. അപ്പോൾ പെട്ടെന്ന് ഈ കഴുക ശ്രദ്ധിച്ചപ്പോൾ താഴെ അതാ ഒരു കഴുകൻ കോഴിക്കുഞ്ഞുങ്ങളെ കൂട്ടത്തിൽ കളിക്കുന്നു. വളരെ വിരോധാഭാസം. അപ്പോൾ എന്താ സംഭവിച്ചു? ഈ കഴുകൻ, മുകളിൽ പറക്കുന്ന കഴുകൻ പെട്ടെന്ന് താഴെ വന്നിട്ട് ഈ കഴുകനോട് പറഞ്ഞു, എടാ മണ്ട, എന്താ നീ കാണിക്കുന്ന? ഈ കോഴിക്കുഞ്ഞുങ്ങളെയൊക്കെ പിടിച്ച് കഴിക്കാനുള്ളവരല്ലേ നമ്മൾ, നീ ഇവന്റെ കൂട്ടത്ത് കളിച്ചു ചിരിച്ച് അടയ്ക്കണോ? അപ്പൊ ഈ കഴുകൻ ചോദിച്ചു, ചേട്ടൻ ആരാണെന്ന് ചോദിച്ചു. ആരടുത്ത്? വലിയ കഴുകന്റെ അടുത്ത് ചോദിച്ചു. ആ ചേട്ടൻ ആരാന്ന് വെച്ചു. അപ്പം കഴുകൻ പറഞ്ഞു, ഞാൻ കഴുകനാണെന്ന് പറഞ്ഞു. ഉടനെ ഈ കഴുകൻ കുഞ്ഞ് പേടിച്ചു, അയ്യോ കഴുകനോ, ഞാൻ കോഴിയാ, എന്നെ ഒന്നും ചെയ്യല്ലേ. അപ്പൊ എന്താണ്, കോഴിക്കുഞ്ഞിന്റെ കൂട്ടത്തല്ലേ ഇത്രയും നാളും ജീവിച്ചേ. അപ്പൊ ആരെന്നാ ഈ കഴുകന്റെ വിചാരം? കഴുകൻ കുഞ്ഞിന്റെ ആ കഴുകൻ കുഞ്ഞും ഒരു കോഴിക്കുഞ്ഞെന്നാണ് വിചാരം. അപ്പൊ പറയാ, ഇതൊക്കെ എന്റെ സഹോദരങ്ങളാ, ഇതൊക്കെ കോഴിക്കുഞ്ഞുങ്ങൾ, എൻ്റെ അമ്മയും ഒരു കോഴിയാ. അപ്പോൾ ഞങ്ങളെല്ലാവരും എന്താണ്, കോഴികളാണ്, ഞങ്ങളൊന്നും ഒന്നും ചെയ്യരുതെന്ന് പറഞ്ഞു. പെട്ടെന്ന് ഈ കഴുകൻ പറഞ്ഞു, ഈ വലിയ കഴുകൻ, എടാ നീ കോഴിക്കുഞ്ഞല്ല, നീ കഴുകൻ. അപ്പൊ പറഞ്ഞു, ഇല്ല ഞാൻ വിശ്വസിക്കത്തില്ല, എന്നെ പറ്റിക്കുകയാണ്, ഞാൻ കോഴിക്കുഞ്ഞ. ഇവരൊക്കെ 2-3 ഇര പിടിച്ചു കഴിക്കുമ്പോൾ ഞാനൊരു 10-20 ഇരയൊക്കെ പിടിച്ചു കഴിയും, അതുകൊണ്ടാണ് എൻ്റെ സൈസ് ഇത്രയും കൂടിയത്, അതുകൊണ്ട് മാത്രമാണ് എന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു, ഇല്ലടാ നീ കഴുകനാണ്, നീ കഴുകൻ, നീ ഉയരത്തിൽ പറക്കാനുള്ളവനാണ്, നീ ഇവിടെ ഇങ്ങനെ കൊത്തി ചികഞ്ഞ് നടക്കാനുള്ളവനല്ല, നീ ഉയരത്തിൽ പറക്കാനുള്ളവനാണെന്ന് പറഞ്ഞു. അപ്പോ എത്ര പറഞ്ഞിട്ടും വിശ്വസിക്കുന്നില്ല. അവസാനം ഈ കഴുകൻ ഒത്തിരി പറഞ്ഞ് ഇവനൊന്ന് പറക്കാൻ ശ്രമിച്ചു നോക്കി. ഇവൻ പറന്ന് ഒത്തിരി ഉയരെ പറഞ്ഞപ്പോൾ ഇവന്റെ ലിമിറ്റുകളെല്ലാം അങ്ങ് മാറി. എന്താണ്, ഇവനെ തടുത്തിട്ടിരുന്ന എല്ലാം അങ്ങ് മാറി. ഇവൻ ഒത്തിരി സ്ഥലത്തേക്ക് അങ്ങ് പറന്നുയർന്നു. അന്ന് അവൻ മനസ്സിലാക്കി അവൻ ആരാണ്, കഴുകനായിരുന്നെന്ന്. അപ്പോൾ അവൻ മനസ്സിലാക്കി, ഞാൻ ഇത്രയും നാൾ അനുഭവിച്ചുകൊണ്ടിരുന്ന ഒരു സന്തോഷമുണ്ട് എവിടെ, ആ കോഴിക്കുഞ്ഞുങ്ങളെ കൂട്ടത്ത്, അതിൽ നിന്നും എത്രയോ 100 മടങ്ങാണ് ഞാൻ ഈ ഉയരത്തിൽ ഇപ്പോൾ പറക്കുമ്പോൾ എനിക്ക് ലഭിക്കുന്ന സന്തോഷം എന്നത്. അതുപോലെ നാം ഈ ലോകത്തിന്റെ മഹത്വത്തിൽ ഇപ്പോഴും ലോകത്തിലുള്ള നശ്വര കാര്യങ്ങൾക്ക് വേണ്ടി ടെൻഷൻ അടിച്ച് ഭാരപ്പെട്ട് ടെൻഷൻ അടിച്ചില്ലാത്ത രോഗങ്ങളൂടെ വലിച്ചു വരുത്തി വെച്ച് നമ്മൾ പഠിക്കുമ്പോൾ എല്ലാ രോഗത്തിനും ഉള്ള ഒരു റിസ്ക് ഫാക്ടറാണ്, എല്ലാ രോഗങ്ങൾക്കും ഉള്ള ഒരു വരാൻ സാധ്യത. ഈ 2 സംഭവങ്ങളുണ്ടെങ്കിൽ ഏത് രോഗം വേണമെന്ന് വരാം. ഒന്ന് ടെൻഷൻ, നമ്മളെ ഭാരങ്ങൾ, പ്രയാസങ്ങൾ അതെല്ലാം ഇറക്കി വയ്ക്കുക, ടെൻഷൻ അടിക്കരുത്. രണ്ടാമത്തെ കാര്യം സ്മോക്കിങ്, പുകവലി. ഇത് 2 ഉണ്ടെങ്കിൽ ഇല്ലാത്ത എല്ലാം വരും. അപ്പോൾ അതൊക്കെ ഉപേക്ഷിക്കുക. അപ്പോൾ അപ്പോൾ ഉയരത്തിൽ ഇതുപോലെ നാം ഈ ലോകത്തെ ഇങ്ങനെ നോക്കി ജീവിക്കുമ്പോൾ ഒരു നാൾ നാം ദൈവത്തിന്റെ അടുക്കൽ എത്തുമ്പോൾ നാം മഹത്വപ്പെടുത്തി ഇവിടെ നാം മനസ്സിലാക്കി, ഇവിടെ നാം അനുഭവിച്ച ഒരു സന്തോഷമാണ്. ഇപ്പൊ ഇത്രയും സന്തോഷം ഉണ്ടല്ലേ നമുക്ക് എല്ലാവർക്കും കൂടെ. പിതാവായ ദൈവത്തിന്റെ അടുക്കൽ എത്തുമ്പോൾ എത്രയോ വലിയ സന്തോഷം ഒരിക്കലും ലഭിച്ചിട്ടില്ലാത്ത, അവിടെ രോഗമില്ല, ഭാരമില്ല, ദുഃഖമില്ല, പ്രയാസമില്ല, ഒന്നുമില്ല. അവിടെ ഭക്ഷണവും ഇല്ല, പാനീയവും ഇല്ല. അവിടെ പോയി ഭക്ഷണവും പാനീയമൊക്കെ കഴിക്കാമെന്ന് പ്രതീക്ഷിക്കണ്ട. അതൊന്നും ഇല്ലെങ്കിലും വല്ലാത്ത സന്തോഷം, നിറഞ്ഞു കവിയുന്നൊരു ദൈവീക സന്തോഷം. ആ സന്തോഷം ലഭിക്കാനാണ് നമ്മുടെ ഉള്ളിൽ വന്നിരിക്കുന്ന പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇനി ഒരു കാര്യം, ഇങ്ങനെയൊക്കെ സംഭവിക്കണമെങ്കിൽ നാം അന്ത്യകാഹളനാദ മുഴങ്ങുമ്പോൾ യേശുവിൻ്റെ 2ാം വരവിൽ നമ്മുടെ ശരീരവും ഇതുപോലെ മഹത്വീകരിക്കപ്പെട്ട ഒരു ശരീരമായിട്ട് ഉയർത്തെഴുന്നേൽക്കണമെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ വേണം.
ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ വീണ റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം അതിന്റെ 10-11, 8-ാം അധ്യായം അതിന്റെ 10-ാമത്തെയും 11-ാമത്തെയും വചനം വായിക്കുമ്പോൾ, ക്രിസ്തു നിങ്ങളിൽ ഉണ്ടെങ്കിലോ ശരീരം പാപം നിമിത്തം മരിക്കേണ്ടതെങ്കിലും ആത്മാവ് നീതി നിമിത്തം ജീവനാകുന്നു. യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എങ്കിൽ ക്രിസ്തു യേശുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തൻ്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്യ ശരീരങ്ങളെയും ജീവിപ്പിക്കും. നിങ്ങളിൽ പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ, ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ ഉണ്ടെങ്കിൽ, അതെപ്പോഴാണ് ലഭിക്കുന്നത്? നാം യേശുവിനെ കർത്താവും രക്ഷിതാവുമായിട്ട് സ്വീകരിക്കുമ്പോൾ. അപ്പോൾ തന്നെ നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് വരെയാണ്. ആ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ യേശു മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റതുപോലെ നാമും ഒരു നാൾ ഉയർത്തെഴുന്നേൽക്കും. ഒരു മരണത്തിനും നമ്മെ കീഴ്പ്പെടുത്തുവാൻ സാധിക്കത്തില്ല. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കുമെന്ന്. അപ്പൊ പരിശുദ്ധാത്മാവിനെ പറ്റി ഞാൻ പറഞ്ഞില്ല, ഞാൻ വേറിട്ടൊരു സ്ഥലത്ത് നിന്ന് തുടങ്ങിയിട്ട് പരിശുദ്ധാത്മാവിലെത്തുമെന്ന്. അതെ, പരിശുദ്ധാത്മാവിനെ പറ്റിയുള്ള ഒന്നാമത്തെ കാര്യം, പരിശുദ്ധാത്മാവ്, ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ അവസാനത്തെ നാളിൽ മരിച്ച ശരീരങ്ങൾ ഉയർത്തെഴുന്നേൽക്കുമ്പോൾ അതിൻ്റെ കൂട്ടത്ത് എൻ്റെ ശരീരവും കാണും. രണ്ടാമതായിട്ട് വളരെ വേഗത്തിൽ 2 കാര്യം കൂടെ പറഞ്ഞിട്ട് നമുക്ക് ഈ വചന ശുശ്രൂഷ അവസാനിപ്പിക്കാം. രണ്ടാമത്തെ കാര്യം, റോമർക്ക് എഴുതിയ ലേഖനം 8:15 ഇപ്രകാരം പറയുന്നു. റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം അതിന്റെ 15 ഇപ്രകാരം പറയുന്നു, നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്തിന്റെ ആത്മാവിനെ അല്ല, നാം അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിന് ആത്മാവിനെ എത്രേ പ്രാപിച്ചത്. നിങ്ങൾ ആരെങ്കിലും യേശുവിനെ അപ്പാ പിതാവേ എന്ന് വിളിക്കാറുണ്ട്. അപ്പാ എന്നൊക്കെ വിളിക്കാറുണ്ട്. ആരെങ്കിലും വിളിക്കണ കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ ഏതെങ്കിലും വചന ശുശ്രൂഷകർ വന്നിട്ട് അപ്പ എന്ന് വിളിക്കാൻ പറയുമ്പോൾ, കർത്താവ് എന്ന് വിളിക്കാൻ പറയുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം എല്ലാം പറയാറുണ്ട് അല്ലേ? എന്നാൽ അതാണോ ഇവിടെ പറയുന്നത്? അല്ല. ഞാനൊരു ഉദാഹരണം നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഒരു മകനുണ്ടായിരുന്നു, ഒരു മകൻ. ഈ മകൻ തൻ്റെ അപ്പനിൽ നിന്ന് പിരിഞ്ഞു. അപ്പൻ്റെ അടുത്ത് പറഞ്ഞു, അപ്പയ്ക്ക് ടാറ്റ ബൈ ബൈ ഒക്കെ കൊടുത്തിട്ട് അപ്പനിൽ നിന്ന് പിരിഞ്ഞു. തനിക്ക് ലഭിക്കേണ്ടതൊക്കെ ലഭിച്ചു, വാങ്ങിച്ചുകൊണ്ടൊക്കെ പോയി. അവനൊരു വേറിട്ട ജീവിതം നയിക്കുകയാണ്. അങ്ങനെ ഒത്തിരി നാൾ ജീവിച്ചപ്പോൾ അവനൊരു ക്യാൻസർ വന്നു. ക്യാൻസർ വന്ന് ഒരു മരിക്കേണ്ട ഒരു രോഗം അങ്ങ് വന്നു. ഇവൻ ഒത്തിരി വർഷമായി, 10-20 വർഷമായിപ്പോൾ. അപ്പോൾ അവൻ അവസാനം മരിക്കും, ഒരു 3-4 മണിക്കൂറിൽ താൻ മരിക്കും, അല്ലെങ്കിൽ ഒരു 2-3 ദിവസത്തെ അവൻ മരിക്കും എന്ന് അവൻ മനസ്സിലാക്കിയപ്പോൾ അവനൊരാഗ്രഹം, മരിക്കുന്നതിന് മുമ്പ് എനിക്ക് എൻ്റെ അപ്പനെ കണ്ടൊന്ന് മാപ്പ് ചോദിക്കണം, എൻ്റെ അപ്പൻ്റെ അടുത്ത് ഒന്ന് എങ്ങനെയും അപ്പനെ കാണണം. അങ്ങനെ അവസാനം അപ്പനെ ഇവൻ്റെ അടുക്കിലേക്ക് എത്തിച്ചു. ഇവൻ എങ്ങനെയായിരിക്കും അപ്പൻ്റെ അടുത്ത് അപ്പനെ വിളിക്കുന്നത്? ഒരു വല്ലാത്ത സ്നേഹമായിരിക്കില്ല. ഇന്നുവരെ ഇല്ലാതിരുന്ന സ്നേഹം അവൻ്റെ വാക്കുകളിൽ കാണത്തില്ലേ? അപ്പാ കുറച്ചു നേരം എൻ്റെ അടുത്തിരിക്കുക, അപ്പാ നീ കുറച്ചു നേരമുള്ളൂ, എനിക്കങ്ങേ വേണം, അപ്പാ എനിക്ക് നിന്നെ വേണം. ഇതേ ഒരു അപ്പാ പിതാവേ എന്ന് വിളിക്കാൻ, അപ്പാ എന്ന് വിളിക്കാൻ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ നമുക്ക് സാധിക്കും. പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ ദൈവത്തെ വിളിക്കും, അപ്പാ എന്ന്. അവിടെ പറയുന്നുണ്ട്, നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്തിൻ്റെ ആത്മാവിനെ അല്ല, ഭയത്തിൻ്റെ ആത്മാവിനെ അല്ല തന്നിരിക്കുന്നത്. ഏത് പ്രതിസന്ധിയും തരണം ചെയ്യാൻ ശക്തമായിട്ടുള്ള ദൈവത്തിൻ്റെ ആത്മാവിനെയാണ് നമ്മുടെ ഉള്ളിൽ തന്നിരിക്കുന്നത്. ആ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ നാം ദൈവത്തെ ഈ കർത്താവേ എന്ന് ചുമ്മാ കർത്താവേന്ന് വിളിക്കുന്നവരുണ്ട്. ഞാനവിടെ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒത്തിരി ക്രൈസ്തവ കുഞ്ഞുങ്ങളുണ്ടായിരുന്നു കൂടെ. അപ്പോൾ അവരായാലും കൂടെ മദ്യപിക്കുന്നവരുണ്ട്, പലവിധ കാര്യങ്ങൾ ചെയ്യുന്നവരുണ്ട്. ഇവരും കർത്താവിനെ ചുമ്മാ എൻ്റെ കർത്താവേ എനിക്ക് ഞാൻ വന്നല്ലോ എന്ന് പറയുന്നവരുണ്ട്. ഈ കർത്താവിൽ എത്രത്തോളം ആ കർത്താവെ വിളിയിൽ ആത്മാർത്ഥതയുണ്ട്? ഇല്ല. അത് വെറും നാമധേയ ക്രിസ്ത്യാനിത്വം. എന്നാൽ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വരുമ്പോൾ നമുക്ക് അപ്പാ പിതാവേ എന്ന് വിളിക്കാൻ കഴിയും. ഇന്ന് ഈ പ്രാർത്ഥനാ കൂട്ടായ്മയിൽ അങ്ങനെ ഒന്ന് നിങ്ങൾക്ക് ലഭിക്കുകയാണെങ്കിൽ, അപ്പാ എന്ന് വിളിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും വലിയ അനുഗ്രഹം. ദൈവത്തെ നമ്മൾ ദൈവമേ എന്ന് വിളിക്കുന്നതിനേക്കാളും ഇഷ്ടം അപ്പാ എന്ന് വിളിക്കുന്നതിനെ. കാരണം വചനത്തിൽ പറയുന്നുണ്ട്, നമ്മൾ ആരാക്കി തീർത്തിരിക്കുകയാണ്? ദൈവ മക്കളാക്കി തീർത്തിരിക്കുകയാണ്, രാജാവിൻ്റെ മക്കളാക്കി തീർത്തിരിക്കുകയാണ്, ദൈവത്തിൻ്റെ മക്കളാക്കി തീർത്തിരിക്കുകയാണ്. ശരി, ഏറ്റവും അവസാനമായിട്ട് പാപത്തിൽ നിന്നുള്ള ഒരു സ്വാതന്ത്ര്യം നമുക്ക് കിട്ടും. പാപത്തിൽ നിന്നുള്ള ഒരു സ്വാതന്ത്ര്യം നമുക്ക് പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ ലഭിക്കും.
അപ്പോൾ അത് പറയുന്നത് റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം അതിൻ്റെ 2 നമ്മൾ വായിച്ചാൽ അവിടെ നമുക്ക് മനസ്സിലാവും. ജീവന്റെ ആത്മാവിന്റെ പ്രമാണം നമ്മളെ പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്ന് വിടുവിക്കുന്നുവെന്ന്, സ്വാതന്ത്ര്യം തരുന്നുണ്ടെന്ന് നിങ്ങൾ വായിച്ചുകൊള്ളുക. അപ്പൊ ജീവന്റെ ആത്മാവ്, പരിശുദ്ധാത്മാവ് നമ്മളിൽ ഉണ്ടെങ്കിൽ നമുക്ക് പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യമുണ്ട്. ഞാനൊരു കൊച്ചുദാഹരണം നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഈ പ്രാന്താശുപത്രി, ഒരു പ്രത്യേക സ്ഥലത്ത് ഒരു പ്രാന്താശുപത്രി ഉണ്ട്. അപ്പോൾ ഒരു പ്രത്യേക സ്ഥലത്ത്, നമ്മുടെ ഈ അടുത്തൊന്നുമല്ല, ഒത്തിരി ദൂരെയാണ് കേട്ടോ. അപ്പോൾ അവിടെ ഒരു വ്യക്തി പൂർണ്ണമായിട്ട് മാനസിക സമനിലയൊക്കെ കിട്ടി, അയാൾക്ക് ലഭിച്ചു എന്ന് അയാൾ അല്ലെങ്കിൽ ഡോക്ടേഴ്സ് മനസ്സിലാക്കി, ഇയാൾ സുഖപ്പെട്ടു എന്ന് ഒരു ഡോക്ടർ എങ്ങനെയാണ് മനസ്സിലാക്കുന്നതെന്ന് വച്ചാൽ, ഇയാളുടെ കയ്യിലേക്ക്, ഈ വ്യക്തിയുടെ കയ്യിലേക്ക്, രോഗിയായ വ്യക്തിയുടെ കയ്യിലേക്ക് ഒരു തുണി കൊടുക്കും, തറ തുടയ്ക്കുന്ന ഒരു തുണി കൊടുക്കും. എന്നിട്ട് ഒരു റൂമിൽ, ഒരു ബാത്റൂമിലോ ഒരു റൂമിൽ വെള്ളം തുറന്നു വിടും. വെള്ളം തുറന്നു വിട്ടിട്ട് പറയും, താങ്കൾ പോയിട്ട് ആ റൂം ഒന്ന് വൃത്തിയാക്കുക, തറയൊക്കെ തുടച്ചൊന്ന് വൃത്തിയാക്കാനായിട്ട് പറയും. അപ്പം ഇയാളുടെ കയ്യിൽ എന്തുണ്ട്? ഒരു തുണിയുണ്ടല്ലേ, ഒരു തുണിയുണ്ട്, തറ തുടയ്ക്കുന്ന തുണിയുണ്ട്. അപ്പം അവിടെ എന്ത് തുറന്നു വിട്ടിരിക്കുകയാണ്? പൈപ്പ് തുറന്നു വിട്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളാണെങ്കിൽ എന്ത് ചെയ്യും? അവിടെ പോയിട്ട് എന്ത് ചെയ്യും? എന്താ കുഞ്ഞു മക്കളൊക്കെ പറയണേ കേട്ടോ. അപ്പോൾ മോനെ, അപ്പൊ കുഞ്ഞു മക്കളൊക്കെ പറയാണ്, എന്താ കുഞ്ഞു മക്കൾ പറയുന്നുണ്ട് കേട്ടോ. അവർ പറയുന്നത് ഇങ്ങനെയാണ്, അതായത് ആദ്യം അവർ പോയിട്ട് ആ പൈപ്പ് അടയ്ക്കും. ആദ്യം പോയിട്ട് എന്ത് ചെയ്യും? പൈപ്പ് അടയ്ക്കും. രോഗിയാണെങ്കിൽ എന്താ ചെയ്യുന്നത്? തുടച്ചുകൊണ്ടിരിക്കുമല്ലേ, അപ്പോഴും വീണ്ടും വെള്ളം ഇങ്ങനെ വീണുകൊണ്ടിരിക്കും. അവൻ അന്ന് മുഴുവൻ തുടയ്ക്കും, രാത്രിയാകുമ്പോൾ ആഹാരം കഴിക്കും, പിറ്റേന്നും വന്നിരുന്ന് തുടയ്ക്കും, അന്നും ആഹാരം കഴിക്കും, അടുത്ത എന്ത് ചെയ്യും? തുടയ്ക്കും. ഇതാണോ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്? ഓരോ ഞായറാഴ്ചയും പള്ളിയിൽ വരും, പാപം ഏറ്റു പറയും, അതേ തെറ്റ് തന്നെ ആ ആഴ്ച മുഴുവൻ അങ്ങ് ചെയ്യും. എന്നിട്ട് വീണ്ടും വന്ന് പള്ളിയിൽ ഒരു വെറും കടമ നിറവേറ്റുന്നത് പോലെ വന്നിട്ട്, ദൈവമേ എന്നോട് ക്ഷമിക്കണേന്ന് പറഞ്ഞിട്ട് അതേ തെറ്റ് തന്നെ അന്ന് മുതൽ വീണ്ടും ആവർത്തിക്കും. വീണ്ടും അടുത്ത ആഴ്ച വരും, അതേ തെറ്റിൽ തന്നെ പൂണ്ടങ്ങ് മറിയും. എന്നിട്ട് അടുത്ത ആഴ്ച വീണ്ടും വന്നിട്ട് ദൈവമേ എന്നോട് ക്ഷമിക്കും. ഇതല്ല വചനം പറയുന്നത്. പരിശുദ്ധാത്മാവ് നമ്മളിൽ ഉണ്ടെങ്കിൽ നമ്മുടെ ജീവിതം രൂപാന്തരപ്പെടും, നമ്മുടെ ജീവിതങ്ങൾ രൂപാന്തരപ്പെടും. അത് പെട്ടെന്ന് ഇന്നലെ വരെ ഒരു ദിവസം 19 സിഗരറ്റൊക്കെ വലിച്ചുകൊണ്ടിരുന്നവർ ഇന്നു മുതൽ ഒരു സിഗരറ്റും വലിക്കത്തില്ലെന്നല്ല, അങ്ങനെയും സംഭവിക്കാം. പക്ഷേ ഓരോ ദിവസം കഴിയും തോറും അവൻ ചെയ്യുന്ന പാപത്തിൻ്റെ അളവ് കുറഞ്ഞുകൊണ്ടിരിക്കും. അവന് തന്നെ ഒരു വെളിപ്പാടിങ്ങനെ ഉണ്ടാവും. അയ്യോ, എനിക്ക് വേണ്ടിയാണല്ലോ കർത്താവ് കാൽവരിയിൽ അത്രയും മുറിപ്പെട്ടത്, എനിക്ക് വേണ്ടിയാണല്ലോ യേശു ആ ചോര മുഴുവൻ ചൊരിഞ്ഞത്, എനിക്ക് വേണ്ടിയാണല്ലോ യേശുവിൻ്റെ കൈകളിലും കാലുകളിലും ആണി തറച്ചത്. ആ ചോര എൻ്റെ പാപത്തെ കഴുകുവാൻ വേണ്ടിയായിരുന്നുവല്ലോ എന്ന്. അതെ, പരിശുദ്ധാത്മാവ് നമ്മളിൽ വന്നാൽ ഈ ഒരു ബോധം നമുക്ക് തരും. പക്ഷെ ചില പാപങ്ങൾ നമുക്ക് ജയിക്കാൻ പറ്റത്തില്ല. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ പരിശുദ്ധാത്മാവ് തന്നെ അതിൽ നിന്ന് നമുക്ക് ശക്തി തരും. ഏറ്റവും അവസാനത്തെ ഒരു ഉദാഹരണം കൂടെ പറഞ്ഞുകൊണ്ട് നമുക്കിത് അവസാനിക്കാം. ഒരിക്കലും നിങ്ങളടുത്ത് സംസാരിച്ചിട്ടുണ്ടോ എന്നറിയത്തില്ല, ഇതൊരു ഹൈന്ദവ കുടുംബത്തിൽ സംഭവിച്ചൊരു കാര്യമാണ്. ഒരു പെൺകുട്ടി, ഒരു ഹൈന്ദവ പെൺകുട്ടി, അവളൊരു സ്ഥലത്ത് പഠിക്കാൻ പോയപ്പോൾ അവൾക്കൊരു കൂട്ടുകാരികൾ ബൈബിൾ, ഒരു ചെറിയ കൊച്ചു പുതിയ നിയമം ബൈബിൾ കൊടുത്തു. അപ്പോൾ ഇവള് എന്ത് ജീവിതത്തിൽ ഡിസിഷൻ എടുക്കേണ്ടി വരുമ്പോഴും, തീരുമാനം എടുക്കേണ്ടി വരുമ്പോൾ ഈ ബൈബിൾ തുറന്നിട്ട് അതിലെന്താണോ കാണുന്നത് അതുപോലത്തെ ഒരു ഡിസിഷനാണ് അങ്ങനെ എടുക്കുന്നത്. അപ്പം അങ്ങനെ ഇരിക്കെ ഇവക്കൊരു വലിയ ഡിസിഷൻ എടുക്കേണ്ടി വന്നു. അവളുടെ ഒരു വിവാഹം വന്നു. വിവാഹത്തിൻ്റെ തലേന്ന് രാത്രി അറിയുകയാണ് താൻ കെട്ടാൻ പോകുന്ന വ്യക്തി മയക്കുമരുന്ന് മാഫിയയുടെയൊക്കെ ഏറ്റവും കൊമ്പത്തെ ആളാണെന്ന്. തലേന്ന് രാത്രി അവൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. തൻ്റെ ജീവിതം നശിച്ച് നാമാവേശ ഒരുപക്ഷെ ആയിപ്പോവും. പക്ഷേ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അവൾ ആ ബൈബിൾ തുറന്നപ്പോൾ ഈ ചെറിയവരിൽ ഒരുത്തന് നശിച്ചു പോകുന്നത് ദൈവത്തിൻ്റെ ഇഷ്ടമല്ല, അങ്ങനെ ഒരു വചനമാണ് അവൾക്ക് കിട്ടിയത്. അവൾ തീരുമാനിച്ചു, വിവാഹം കഴിക്കാൻ തന്നെ തീരുമാനിച്ചു. തലേന്ന് രാത്രിയാണ് കേട്ടോ, വിവാഹം കഴിക്കാൻ പോകുന്നതിൻ്റെ തലേന്നിൻ്റെ രാത്രി. അപ്പോൾ അങ്ങനെ ഇരിക്കെ വിവാഹം കഴിച്ചു. ആദ്യത്തെ 5 വർഷം നരകം എന്താണോ അതെല്ലാം അവൾ ഇവിടെ തന്നെ കണ്ടു. ഇവിടെ തന്നെ കണ്ടു. ഒരു ദിവസം പോലും സമാധാനമില്ല. ഉണ്ടാക്കുന്ന ഭക്ഷണമെല്ലാം അയാൾ എടുത്ത് ദൂരെ എറിയും, വീണ്ടും ഉണ്ടാക്കാൻ പറയും.
അയാളുടെ കൈകളിലൊക്കെ ബ്ലൈഡൊക്കെ ഇട്ട് ഇങ്ങനെ വരച്ച് മുറിക്കും. മയക്കുമരുന്നിൻ്റെ ആസക്തി കയറുമ്പോൾ അയാൾ വല്ലാതെ പ്രതികരണങ്ങൾ ഉണ്ടാക്കും. അങ്ങനെ 5 വർഷം കഴിഞ്ഞപ്പോൾ ഇവൾക്കങ്ങ് വല്ലാത്ത മടുത്തു. അവിടെ ഒരു യേശുവിൻ്റെ ചിത്രമൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവൾ ഈ ചിത്രത്തിൽ നോക്കിയിട്ട് ഇങ്ങനെ പറഞ്ഞു, ഇവർ രണ്ടുപേരും ഹൈന്ദവരാണ് കേട്ടോ. അപ്പോൾ അവിടെ അറിയാലോ, ഹൈന്ദവരുടെ ഭവനങ്ങളിലും ക്രിസ്തുവിൻ്റെ ഫോട്ടോസൊക്കെ വെച്ചിരിക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനെ പറഞ്ഞു, ഭർത്താവ് നീ ഒരു ദിവസമല്ലേ ക്രൂശ് ചുമന്നത്, ഞാൻ ഈ 5 വർഷം കൊണ്ട് ക്രൂശ് ചുമക്കുകയാണ്, ഇനി വയ്യ, എന്നെ അങ്ങ് കൊന്നേക്ക്. ഇന്ന് ഞാൻ പോകുമ്പോൾ എനിക്ക് എന്തേലും ഒന്ന് ആക്സിഡൻറ്റോ എന്തേലും പറ്റി, എനിക്ക് വയ്യ, ഇനി വയ്യ, അത്രത്തോളം മടുത്ത്, ഇനി ഒരു നിമിഷം പോലും എനിക്ക് ഇയാളോട്ടത് ജീവിക്കാൻ വയ്യ. അന്ന് അവൾ ജോലിക്ക് പോയി, ഇയാൾ വീട്ടിലുണ്ടായിരുന്നു. വീട്ടിലിരുന്ന് അടുത്ത മദ്യക്കുപ്പി ഇങ്ങനെ തുറന്ന് ഇങ്ങനെ എടുത്തു വെച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് എന്തോ ഒരു വലിയ ശക്തി അയാളുടെ ദേഹത്തേക്ക് ഇങ്ങനെ പ്രവഹിച്ചു. അയാൾ തന്നെ ഇങ്ങനെ മുട്ടുകുത്തി. അയാൾ അറിയാതെ, ഇന്നുവരെ അറിയാത്തൊരു ദൈവത്തിന്റെ മുമ്പിൽ മുട്ടുകുത്തിയിട്ട് ഇപ്രകാരം നിലവിളിക്കുകയാണ്, ദൈവമേ, എന്തൊക്കെയോ പിശാചുക്കൾ എന്നെ വരിഞ്ഞു മുറുക്കിയിട്ടുണ്ട്, ഇതിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ എന്ന്. അങ്ങനെ ആ ദിവസം വൈകിട്ടായി. ആ സ്ത്രീ തിരിച്ച് ജോലി കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് വന്നു. സഹോദരങ്ങളെ, വീട്ടിൽ വന്നപ്പോൾ ഇവ ഒരു വല്ലാത്ത അവസ്ഥയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഇവൾ കരുതി, ഞാൻ ഇന്ന് രാവിലെ പ്രാർത്ഥിച്ച പ്രാർത്ഥനയുടെ ഉത്തരവായി, ഇന്ന് തന്നെ ഇവ മിക്കവാറും എന്നെ തീർക്കും. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഇവൻ പറഞ്ഞു, നീ ആ അലമാരയിൽ നിന്ന് ആ കുപ്പി എടുക്കാൻ പറഞ്ഞു. ഒരു കുപ്പിയുടെ എടുക്കാൻ പറഞ്ഞു. അങ്ങനെ കുപ്പി ഇവൾ എടുത്തുകൊണ്ട് കൊടുത്തു. ഗ്ലാസ്സൊക്കെ കൊടുക്കുക, വേറെ ചെയ്യാൻ പറ്റും, എടുത്തുകൊണ്ട് കൊടുത്തു. ഇവൻ ആ കുപ്പി തുറന്നിട്ട് ഗ്ലാസ്സിൽ മദ്യം ഒഴിച്ചിട്ട് വായോട് ഇങ്ങനെ അടുപ്പിച്ചു. പക്ഷേ ഒഴിക്കാനായിട്ട് പറ്റുന്നില്ല. അങ്ങ് എന്തോ ഒന്നങ്ങ് തടുത്തു വെക്കുക, പറ്റുന്നില്ല. വല്ലാത്ത, അറിയാലോ, അഡിക്ഷൻ വന്നു കഴിഞ്ഞാൽ ഒരു വല്ലാത്ത ഭ്രാന്താണ്. അതങ്ങനെ എങ്ങനെയെങ്കിലും ചെയ്തേ പറ്റത്തുള്ളൂ എന്നൊരു തോന്നലുണ്ടാവും. നമുക്ക് അവരെ കുറ്റം പറയാൻ പറ്റത്തില്ല. ഈ സ്മോക്കിങ്, മദ്യപാനം, ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെടാനുള്ള ആദ്യത്തെ വഴിയെന്ന് പറയുന്നത് ഇതൊന്നും ചെയ്യാതിരിക്കുക എന്നതാണ്. അതിലേർപ്പെട്ടാൽ അതിൽ നിന്ന് രക്ഷപ്പെടാൻ ഭയങ്കര പാടാണ്. ദൈവം തന്നെ വിചാരിക്കും. ശരി, കാരണം നമ്മൾ മനസ്സിൽ എത്ര വിചാരിച്ചെന്ന് പറഞ്ഞാലും ചിലപ്പോൾ പറ്റത്തില്ല. പക്ഷെ ദൈവത്തിനത് പറ്റും. അങ്ങനെയുള്ള എന്ത് സംഭവിച്ചു, ഇവൻ അങ്ങനെ ഭ്രാന്ത് പിടിച്ചു. മദ്യം കഴിക്കാതെ ഇവന് ഭ്രാന്ത് പിടിച്ചപ്പോൾ ആ രാത്രി അവർ താമസിച്ചിരുന്ന ഫ്ലാറ്റിൻ്റെ മുകളിൽ കയറിയിട്ട് സിഗരറ്റ് വലിക്കാനായിട്ട് പോയി. ഒരു ദിവസം 70 സിഗരറ്റ് അടുപ്പിച്ചെന്തോ ഈ പുള്ളി വലിക്കുമായിരുന്നു ഒരു ദിവസം. ആലോചിച്ചോണം അപ്പോൾ എത്രത്തോളം ലങ്സൊക്കെ പോയിട്ടുണ്ടെന്ന് കേട്ടോ. അപ്പോൾ 70 സിഗരറ്റ് വരെ വലിക്കുമായിരുന്നു. ഇവൻ ഈ സിഗരറ്റ് കത്തിച്ചിട്ട് ഈ ചുണ്ടോട് അടുപ്പിക്കുന്നു, പക്ഷെ വായിലോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല. ആരോ തടുക്കുന്നു. ഭ്രാന്തെന്ന് പറഞ്ഞാൽ വല്ലാത്ത ഭ്രാന്തങ്ങ് പിടിച്ചു, ഒന്നും പറ്റുന്നില്ല. ആരോ തടുത്തു പിടിക്കുകയാണ്. മദ്യം കുടിക്കാൻ പറ്റുന്നില്ല, ഇത് തടുക്കുകയാണ്. നമുക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യം. ആ ഹൈന്ദവൻ മയക്കുമരുന്നിൻ്റെയും എല്ലാത്തിൻ്റെയും പുറകെ നടന്ന, ലഹരിയുടെ പുറകെ നടന്ന ആ വ്യക്തി ഇന്ന് ദൈവവചനം സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ്. ഇത് യൂട്യൂബിലുണ്ട് കേട്ടോ ഈ സന്ദേശം. ഓം പ്രകാശ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്, ഓം പ്രകാശ്. ഇന്ന് അദ്ദേഹം പേരെന്തോ മാറ്റി ജോൺ പോൾ എന്നെന്തോ പേര് മാറ്റിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഈ അനുഭവം, ഇന്ന് ജീവിക്കുന്ന വ്യക്തിയാണ്. അദ്ദേഹം കത്തോലിക്ക സഭയിൽ എന്തോ ആണ് ചേർന്നത്. നമ്മുടെ യൂട്യൂബിൽ അദ്ദേഹത്തിൻ്റെ സാക്ഷ്യങ്ങൾ, ഇന്ന് ദൈവവചനം സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ പാപം പലപ്പോഴും നമുക്ക് തരണം ചെയ്യാൻ പറ്റുന്നതായിരിക്കത്തില്ല ചില സമയങ്ങളിൽ, എന്നാൽ ദൈവത്തിനത് സാധിക്കും. പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ ഓരോ ദിവസം കഴിയും തോറും ഈ പാപത്തിൻ്റെ ശക്തി നമ്മളിൽ നിന്ന് കുറഞ്ഞുകൊണ്ടിരിക്കും. അത് നമുക്ക് വേണ്ടേ സഹോദരങ്ങളെ? അതോ പഴയ പാപത്തിൽ തന്നെ വീണ്ടും ജീവിക്കുകയാണോ? എത്ര കുടുംബങ്ങളിൽ, നമ്മുടെ കുടുംബങ്ങളിൽ സമാധാനമുണ്ട്, പരസ്പര സ്നേഹമുണ്ട്, ഇതൊക്കെയല്ലേ വേണ്ടത്? എത്ര സഭകളിൽ സമാധാനമുണ്ട്, എത്ര കുടുംബങ്ങളിൽ, ഏറ്റവും പ്രധാനം കുടുംബങ്ങളിൽ. എൻ്റെ റൂമിൽ, ഞാൻ തജിക്കിസ്ഥാനിലായിരുന്നപ്പോൾ എൻ്റെ റൂമിലുണ്ടായിരുന്ന ഒരു പയ്യൻ കേട്ടോ. അപ്പം അവൻ്റെ പേരൻസ് വളരെ സന്തോഷത്തോടെ, വളരെ സ്നേഹത്തോടെ വിവാഹം കഴിച്ചു. പക്ഷേ ഒരു പ്രശ്നം പറ്റി. ഒത്തിരി കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഒരു ഗവൺമെൻറ് ജോലിയൊക്കെ കിട്ടിയപ്പോൾ, കുറച്ച് പണമൊക്കെ കിട്ടി തുടങ്ങിയപ്പോൾ ഒത്തിരി കൂട്ടുകൂടി മദ്യപാനത്തിനൊക്കെ ഇരയായിട്ട് പിന്നെ ഒത്തിരി മറ്റ് സ്ത്രീകളുമായിട്ടൊക്കെ ബന്ധം തുടങ്ങി. ഈ 1-2 വർഷങ്ങൾ എൻ്റെ കൂടെ താമസിച്ച പയ്യനാണ്, എൻ്റെ ജൂനിയറാണ്. അപ്പോൾ അവൻ ഇങ്ങനെ കരയാണ്, ദിവസം ഇരുന്ന് കരയാണ്. കാരണം വീട്ടിൽ സമാധാനമില്ല, എന്നും വഴക്കാണ്, എല്ലാ ദിവസവും വഴക്കാണ്. അവൻ ഏറ്റവും അവനെ വിഷമിപ്പിക്കുന്ന കാര്യം ഇതാണ്, അവനൊരു അനിയനുണ്ട്. ആ അനിയൻ എങ്ങനെയായിരിക്കും ആ വീട്ടിൽ താമസിക്കുന്നത്?
ഇങ്ങനെ എന്നും വഴക്കാണ്, ഒരു സന്തോഷമില്ല, ഒരു സമാധാനമില്ല, പരസ്പര സ്നേഹമില്ല, അല്ലേ? പരിശുദ്ധാത്മാവില്ല, ജീവിതങ്ങളില്ല. പള്ളിയിൽ പോകും, ആരാധന കൂടും, കാര്യങ്ങളെല്ലാം ചെയ്യും, പക്ഷേ ഈ കാര്യങ്ങളൊന്നും നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയിട്ടില്ല. ഈ ആത്മാവിൻ്റെ വീണ്ടെടുപ്പ്, മനസ്സിൻ്റെ വീണ്ടെടുപ്പ്, ശരീരത്തിൻ്റെ വീണ്ടെടുപ്പ്, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവെന്നൊരാളുണ്ട്, അയാൾക്ക് ഇന്നതൊക്കെ ചെയ്യാൻ സാധിക്കും, അയാൾക്കെന്നെ ഏൽപ്പിച്ചു കൊടുക്കണം, അയാൾക്കെന്നെ ഏൽപ്പിച്ചു കൊടുക്കണം. പരിശുദ്ധാത്മാവ് എൻ്റെ മേൽ വരുമ്പോൾ എൻ്റെ ജീവിതമേ രൂപാന്തരപ്പെടും എന്നൊന്നും അറിയത്തില്ല. എത്രത്തോളം ഇങ്ങനെ ദുഃഖിക്കുന്ന കുടുംബങ്ങളുണ്ട്. പരിശുദ്ധാത്മാവ് വരുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഏതൊക്കെയാ ഫലങ്ങൾ പറഞ്ഞേ? സ്നേഹം, സന്തോഷ, സമാധാനം, ദയ, ദീർഘക്ഷമ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം. ഇതെല്ലാം നമുക്ക് കാണാതെ, എല്ലാവരും കാണാതെ പറയുന്നുണ്ട്. ഇത് എത്ര പേരുടെ ജീവിതത്തിലുണ്ട്? പണമുണ്ട്, പ്രശസ്തിയുണ്ട്, പ്രതാപങ്ങളുണ്ട്, സന്തോഷമുണ്ടോ? അതിനേക്കാളും പണമൊന്നും ഇല്ലാത്ത കുടുംബങ്ങൾ എത്ര സന്തോഷത്തോടെ ജീവിക്കുന്നവരുണ്ട്. പരിശുദ്ധാത്മാവിനെ ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. ആ പരിശുദ്ധാത്മാവിന് നമ്മളെ തന്നെ സമർപ്പിക്കുക. ശരി, പ്രാർത്ഥിക്കാം. ഒന്നാമതായിട്ട് നമ്മൾ ചിന്തിച്ചത്, നമ്മൾ തന്നെ ഒന്ന് സ്വയം ശോധന ചെയ്യാം. ഇന്ന് ഓരോ തവണ വചനം കേൾക്കുമ്പോൾ ഈ വചനം സംസാരിക്കുന്നത് ഏതെങ്കിലും വ്യക്തിയായിരിക്കും, പക്ഷെ ആ വ്യക്തിയിലൂടെ ദൈവമാണ് സംസാരിക്കുന്നത്. നിങ്ങളോട് എന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല, എന്നോട് ഉൾപ്പെടെയാണ് ദൈവം സംസാരിച്ചത്. ഇതിൽ ഏതെങ്കിലും പാപകരമായിട്ടുള്ള അവസ്ഥകളാൽ ബന്ധിക്കപ്പെട്ടവരാണോ നിങ്ങൾ? ഇന്നുവരെ യേശുവിനെ അറിയാത്തവരാണോ? വചനത്തിൽ പറയുന്നുണ്ട്, ദൈവത്തെ രുചിച്ചറിഞ്ഞ പുരുഷൻ ഭാഗ്യവാൻ. ഇത്ര വർഷം ക്രിസ്ത്യാനിയായിരുന്നു, എന്നിട്ടും ദൈവത്തെ രുചിച്ചിട്ടില്ലെന്ന് പറയരുത്. അങ്ങനത്തെ ഒരു അനുഭവത്തിൽ കടന്നു പോകുന്നവരാണോ? എനിക്ക് യേശുവിനെ അറിയണം, രുചിക്കണം എന്ന ആഗ്രഹമുള്ളവരാണോ? അങ്ങനെയെങ്കിൽ ഇതാണ് സുപ്രസാദ സമയം, ഇതാണ് രക്ഷാ ദിവസം എന്ന് വചനം പറയുന്നു. യേശുവിനെ കർത്താവും രക്ഷകനുമായിട്ട് സ്വീകരിക്കുന്ന ആ സമയത്ത് പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളത്തിലേക്ക് വരുന്നു, നമ്മോട് അവൻ സംസാരിക്കുന്നു. നമ്മൾ ദൈവമക്കളായി പരിണമിക്കുകയാണ്, നമ്മൾ ദൈവമക്കളായിട്ട് തീരുകയാണ്. ആ നിമിഷം മുതൽ, അതുമുതൽ നമ്മുടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ദൈവമാണ്. ഒരു പിശാചും അടുക്കത്തില്ല. ദൈവം അനുവദിക്കാതെ നമ്മുടെ ജീവിതത്തിൽ ഒരു പിശാചും അടുക്കത്തില്ല. എന്നിട്ടും ചില കഷ്ടതകൾ വരികയാണെങ്കിൽ ദൈവം അനുവദിക്കുന്നതാണ്. അത് അനുവദിച്ച ദൈവത്തിന് തന്നെ അത് എടുത്തു മാറ്റുവാനായിട്ട് സാധിക്കും. അതിൻ്റെ സമയത്ത് ഒന്ന് സ്വയം ശോധന ചെയ്ത്, ഏതെങ്കിലും പാപങ്ങളാൽ ഞാൻ ബന്ധിതനാണോ? ഞാൻ ഇന്ന് മരിച്ചാൽ ഞാൻ എവിടെയാണ്? ഞാൻ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുമോ? ഞാൻ ഇന്ന് മരിച്ചാൽ ഞാൻ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുമോ? നാണക്കേടാണ്, ഭയങ്കര നാണക്കേടാണ് ഒരു ക്രൈസ്തവൻ ദൈവരാജ്യത്തിൽ പ്രവേശിച്ചില്ലെന്ന്. കാരണം യേശു നമുക്ക് മാത്രമല്ല, ലോകത്തെ എല്ലാവർക്കും, ഞാൻ ക്രൈസ്തവൻ എന്ന് ഉദ്ദേശിക്കുന്ന ഒരിക്കലും ക്രിസ്ത്യൻ മതമല്ല കേട്ടോ. യേശുവിൽ വിശ്വസിക്കുന്നവന് അവൻ വച്ച് നീട്ടിയിട്ടുള്ള ഒന്നാണ് യേശുവിൽ വിശ്വസിക്കുന്നവന്. പുത്രനിൽ വിശ്വസിക്കുന്നവന് ദൈവരാജ്യമുണ്ട്. ആ ഒരു വിശ്വാസം നമുക്കുണ്ടോ? ഇന്ന് മരിച്ചാൽ നാം ദൈവരാജ്യത്തിൽ പ്രവേശിക്കുമോ? ഇപ്പൊ തന്നെ എല്ലായിടത്തും എത്ര പേർ ദൈവരാജ്യത്തിൽ ഇപ്പോൾ മരിച്ചാൽ ദൈവരാജ്യത്തിൽ ഞാൻ പ്രവേശിക്കുമെന്ന് വിശ്വാസമുള്ളവർ കൈവെക്കാൻ പറഞ്ഞാൽ ആരും ഒരുപക്ഷെ കൈവെക്കത്തില്ല. അങ്ങനെ ഒരു വിശ്വാസം എന്തേ നമുക്കില്ലാത്തത്? നമ്മുടെ ജീവിതം ഇതുവരെ രൂപാന്തരപ്പെട്ടിട്ടില്ലേ? അങ്ങനെയെങ്കിൽ ഇത് അതിനുള്ള സമയമാണ്. ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവൻ്റെ ഉള്ളത്തിലേക്ക് വരും, ഞാൻ അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും എന്ന് യേശു പറയുന്നു. ഈ ഒരു വിളി ഓരോരുത്തർക്കുള്ളതാണ്. അവൻ കാൽവരി ക്രൂശിൽ നമുക്ക് വേണ്ടി യാഗമായി, നമുക്ക് വേണ്ടി മാത്രമല്ല സർവ്വജനത്തിനു വേണ്ടിയും കാൽവരി ക്രൂശിൽ അവൻ്റെ ശരീരം അടിച്ചു നുറുക്കപ്പെട്ടു. അവിടുന്ന് മാംസങ്ങൾ ഇളകി തിറച്ചെന്നാണ് പറയുന്നത്. അവൻ്റെ കൈകാലുകളിൽ ആണി തറയ്ക്കപ്പെട്ടു. ഇത്രയും വേദന സഹിച്ച് അവനെ രൂപം പോലും അറിയാത്ത അത്രയും അവനെ അടിച്ച് മുറിവേൽപ്പിച്ചെന്നാ പറയുന്നത്. നാം നരകത്തിൽ അനുഭവിക്കേണ്ടുന്ന പാപത്തിന്റെ ശമ്പളം അവൻ ഈ ലോകത്തിൽ ഏറ്റെടുത്തു. ഇന്ന് യേശുവിൽ വിശ്വസിക്കുന്നവന്, ദൈവമേ നീ എനിക്ക് വേണ്ടിയാണ്
കാൽവരി ക്രൂശിൽ മരിച്ചത് ഞാനത് വിശ്വസിക്കുന്നു. എന്നെയും അങ്ങയുടെ രക്തം കൊണ്ട് കഴുകണമേ, ഈ പാപത്തിൽ നിന്ന് എന്നെ വീണ്ടെടുക്കണമേ എന്ന് നിലവിളിക്കുന്നുണ്ടെങ്കിൽ നാം അതുമുതൽ ദൈവമക്കളായി തീരുകയാണ്. യേശു നമ്മോടൊപ്പം വന്ന് വസിക്കും. യേശു നമ്മുടെ കൂടെ നടക്കല്ല. ദൈവത്തിന്റെ ആത്മാവ്, പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളത്തിൽ വന്ന് വസിക്കും. അങ്ങനൊരു ഭയങ്കര സന്തോഷത്തിന്റെ അനുഭവം നമ്മളിൽ ഉണ്ടാകട്ടെ. നമുക്ക് ദൈവത്തെ അപ്പാ എന്നൊന്ന് വിളിച്ചേ, എല്ലാവരും ഒന്ന് വിളിച്ചേ. എല്ലാ പാരമ്പര്യ കെട്ടുകളെല്ലാം മാറട്ടെ. ദൈവമേ എന്നൊന്ന് വിളിച്ചേ, അപ്പാ എന്നൊന്ന് വിളിച്ചേ. അപ്പാ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, എനിക്കങ്ങ് വേണം. അല്ലാതെ എല്ലാം കഴിഞ്ഞ് എല്ലാം നഷ്ടപ്പെട്ട് അവസാന നിമിഷത്തിൽ വിളിക്കാനല്ല. അങ്ങനെ ഒരു അവസരം നമുക്ക് ലഭിച്ചില്ലെങ്കിലോ, ക്രൂശിൽ രണ്ടാമനോ മൂന്നാമനോ ആയിട്ട് കിടന്ന ആ കള്ളന് ആ അവസരം ലഭിച്ചു അവനെ മാനസാന്തരപ്പെടാനായിട്ട്. പക്ഷെ നമുക്ക് അങ്ങനെ ഒരു അവസരം ഇനി ചിലപ്പോ കിട്ടണമെന്നില്ല. ഇത് തന്നെയാണ് അവസരം. ഒരു തീരുമാനം എടുക്കാവോ? ഏത് മതത്തിലും പെട്ടോട്ടെ, മതമല്ല രൂപാന്തരപ്പെടേണ്ടത്, മനസ്സാണ്. മതമല്ല മാറേണ്ടത്, മനസ്സാണ്. ആ മനസ്സിലേക്ക് യേശു വന്നാൽ നമ്മുടെ ജീവിതങ്ങൾ രൂപാന്തരപ്പെടും, നമ്മുടെ മുഖങ്ങൾ പ്രകാശിക്കും, നമ്മുടെ ജീവിതങ്ങൾ എത്ര ഇല്ലായ്മയിലും വളരെ സന്തോഷത്തോടെ ആയിരിക്കും. നമുക്കൊരു പ്രത്യാശ ഉണ്ടായിരിക്കും, ഞാൻ മരിച്ചാലും ജീവിക്കുമെന്ന്. പരിശുദ്ധാത്മാവിന് വേണ്ടി ഒന്ന് ദാഹത്തോടെ പ്രാർത്ഥിച്ചേ. ഞാനൊരു 4 വരി പാട്ട് പാടുകയാണ്. ഈ പാട്ട് നിങ്ങൾക്കറിയാം, പാവനാത്മാവേ. അത് വെറുതെ പാടരുത്, അത് അനുഭവിച്ച് പാടുക. പാവനാത്മാവേ, അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ഒന്നുകൂടെ പാടാ, വെറുതെ പാടരുതേ. പാവനാത്മാവേശുവേ, അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ഒരു സമർപ്പണമായിട്ട് ജീവനുമെന്റെ സർവസ്വവും മുമ്പിലണച്ചു കുമ്പിടുന്നു, ജീവനുമെന്റെ സർവസ്വവും മുമ്പിലണച്ചു കുമ്പിടുന്നു. ഓ പാവനാത്മാവേ, പരിശുദ്ധാത്മാവേ, അപ്പാ, പിതാവേ, ഞങ്ങളുടെ ഉള്ളങ്ങളിലേക്ക് ഇറങ്ങി വരണമേ. ഞങ്ങൾ ഞങ്ങളുടെ ഹൃദയത്തിന്റെ വാതിലുകൾ തുറക്കുന്നു. ഞങ്ങളുടെ ഉള്ളിൽ വരണമേ. ഞങ്ങളുടെ ഉള്ളത്തിൽ ഞങ്ങളോടൊപ്പം വാസം ചെയ്യണമേ. പാപപരമായിട്ടുള്ള സ്വഭാവം ഞങ്ങളിൽ നിന്ന് എടുത്തു മാറ്റണമേ. ഇന്നു മുതൽ ഞങ്ങളെ കാണുന്നവർ അങ്ങേ കാണട്ടെ. അപ്രകാരമുള്ളൊരു സ്വഭാവം ഞങ്ങളിൽ ഉണ്ടാകട്ടെ. താഴ്മ, സന്തോഷം, സമാധാനം, നഷ്ടപ്പെട്ട സന്തോഷം, ഇതെല്ലാം ഞങ്ങളിലേക്ക് മടങ്ങി വരട്ടെ. കർത്താവേ, അങ്ങയുടെ ആത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. എല്ലാവരും ഉള്ളം നുറങ്ങി പ്രാർത്ഥിച്ചേ, പരിശുദ്ധാത്മാവേ എൻ്റെ ഉള്ളത്തിലേക്ക് വരണമെന്ന്. തീർച്ചയായിട്ടും കർത്താവിന്റെ രക്ഷകനുമായിട്ട് യേശുവിനെ സ്വീകരിച്ച ആ സമയത്ത് പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളത്തിൽ വന്നിട്ടുണ്ട്. എന്നാൽ ഓരോ ദിവസവും നാം പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടേണ്ടത് അനിവാര്യമാണ്. പരിശുദ്ധാത്മാവേ എൻ്റെ ഉള്ളത്തിലേക്ക് വന്ന് നിറയണമേ എന്ന് പ്രാർത്ഥിച്ച് ഈ പുതിയ നിയമ കാലഘട്ടത്തിൽ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞാലേ നമുക്ക് ജീവിക്കുവാൻ തന്നെ കഴിയത്തുള്ളൂ. പിശാച് അലർന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് ചുറ്റി തിരഞ്ഞ് നടക്കുന്നു. എന്നാൽ യഹൂദ ഗോത്രത്തിലെ സിംഹം യേശു കർത്താവ് പരിശുദ്ധാത്മാവായിട്ട് നമ്മുടെ ഉള്ളത്തിൽ വസിക്കുന്നിടത്തോളം ഒരു പിശാചിനും നമ്മെ തൊടുവാനായിട്ട് സാധിക്കത്തില്ല. ആ ഒരു മഹത്വകരമായിട്ടുള്ള ജീവിതം വേണ്ടേ? ഒന്ന് പ്രാർത്ഥിച്ച് ഇന്നു മുതൽ നമ്മുടെ ജീവിതങ്ങളിൽ മാറ്റങ്ങൾ നാം തന്നെ കണ്ടു തുടങ്ങി. കർത്തരന്റെ ഞാനവന്റെ താൻ വിളിച്ചു ഞാൻ പിഞ്ചെന്നു സ്വീകരിച്ചു തൻ ശബ്ദത്തെ ഭാഗ്യനാൾ
ഭാഗ്യനാൾ യേശു എൻ പാപം തീർത്ത നാൾ കാത്തു പ്രാർത്ഥിക്കാനാക്കി താൻ ആർത്തു ഘോഷിക്കാനാക്കി താൻ ഭാഗ്യനാൾ ഭാഗ്യനാൾ യേശു എൻ പാപം തീർത്ത നാൾ. ഞങ്ങളെ സ്നേഹിക്കുന്ന കർത്താവേ, സ്വർഗീയ പിതാവേ, ഈ വൈകവേളയിൽ ഞങ്ങൾക്ക് ഭവന പ്രാർത്ഥനയായിട്ട് ഇവിടെ ഒരുമിച്ച് കൂടുവാനും ദൈവത്തെ ആരാധിക്കുവാനും മഹത്വപ്പെടുത്തുവാനും വചനങ്ങളെ ധ്യാനിക്കുവാനും പഠിക്കുവാനും നൽകിയിരിക്കുന്ന അവസരത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ ജീവിതങ്ങളെ ദൈവം രൂപാന്തരപ്പെടുത്തണമേ. ദൈവത്തിൻ്റെ വകയായി തീരുവാനായിട്ട് അവിടുന്ന് സഹായിക്കുകയും ചെയ്യുന്നതിനാൽ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ കേട്ട വചനങ്ങളെ ഓർക്കുന്നു. ഞങ്ങളുടെ ഹൃദയം പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് അഭിഷേകമുള്ളവരായിട്ട് ജീവിപ്പാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കുകയും ചെയ്യണമെന്നും പ്രാർത്ഥിക്കുന്നു. വചനം സംസാരിച്ച പ്രിയ മകനെ ദൈവം ശക്തീകരിച്ച് ബലപ്പെടുത്തിയതിനാൽ സ്തോത്രം ചെയ്യുന്നു. ആധികാരികമായിട്ട് വചനങ്ങളെ ഘോഷിക്കുവാനായിട്ട് ദൈവം സഹായിച്ചതിനാൽ നന്ദി അർപ്പിക്കുന്നു. ഞങ്ങളെല്ലാവരും നിൻ്റെ മക്കളാണ്. രൂപാന്തരപ്പെട്ട ജീവിതം നയിച്ച് ദൈവസന്നിധിയിൽ കാണുവാൻ ഇടയാക്കുകയും ചെയ്യണമെന്നും പ്രാർത്ഥിക്കുന്നു. അധികം ശക്തിയോടെ തിരുവചനം അവരുടെ മധ്യത്തിൽ ഘോഷിപ്പാൻ ദൈവടയാക്കുകയും ചെയ്യണം. വചനം കേട്ട് എല്ലാവരെയും അനുഗ്രഹിക്കണമേ. അനുഗ്രഹിക്കപ്പെട്ടവരായിട്ട് ദൈവസന്നിധിയിൽ എന്നും കാണുവാൻ സഹായിക്കണമേ. ഇത്ര വലിയ രക്ഷ ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റുവഴിയുമെന്ന് തിരുവചനം പഠിപ്പിക്കുന്നത് പോലെ കർത്താവെ, ഞങ്ങളത് ഹൃദയത്തിൽ സ്വന്തമാക്കി രൂപാന്തരത്തിൽ ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യണമെന്നും പ്രാർത്ഥിക്കുന്നു. ഇവിടെ ആയിരിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ. കുടുംബത്തിൻ്റെ പിതാവിനായിട്ട് പ്രാർത്ഥിക്കുന്നു. അതുപോലെ സഹോദരനെയും കുടുംബത്തെയും ഓർക്കുന്നു. കുഞ്ഞുങ്ങൾക്കായിട്ടും പ്രാർത്ഥിക്കുന്നു. ഒരു പുതിയ വയസ്സിൽ പ്രവേശിക്കുവാനുള്ള ഭാഗ്യം ദൈവം കൊടുക്കുന്നതിനാൽ സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ട മകനായി തരുപചന മാർഗങ്ങൾ ചെയ്ത് കുടുംബത്തിൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്യുവാൻ അവിടുന്ന് സഹായിക്കുകയും ചെയ്യണമേ. ഈ ആരാധനയിൽ പങ്കെടുത്ത ഞങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കണം. സഭയിൽ നിന്ന് വന്നവർ, അതുപോലെ കർത്താവെ പുറത്തു വന്നിട്ടുള്ള ആളുകൾ, ബന്ധുമിത്രാദികളായി ചർച്ചക്കാരായി വന്ന എല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടവരായി തീരുവാൻ സഹായിക്കുകയും ചെയ്യണമെന്നും പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്കുള്ളവരല്ല, അങ്ങേക്കുള്ളവരാണെന്ന് ഓർത്ത് ദൈവസന്നിധിയിൽ ഭക്തിയോടുകൂടെ വിനയത്തോടെ ജീവിപ്പാൻ ഇടയാക്കുകയും ചെയ്യണം. ഞങ്ങളുടെ കുറവുകളെല്ലാം ദൈവം ക്ഷമിച്ച് അനുഗ്രഹത്താൽ നിറയ്ക്കുകയും ചെയ്യണമേ. ഇപ്പോൾ സന്തോഷത്തോടെ ഞങ്ങളുടെ ഭവനങ്ങളിലേക്ക് പോകുവാൻ ഇടയാക്കണം. പിരിയാത്ത കർത്താവിൻ്റെ സാന്നിധ്യം ഉണ്ടായിരിക്കണം. ഭവനങ്ങളിലെത്തി വിശ്രമിച്ച് അടുത്ത പ്രഭാതത്തിൽ എഴുന്നേറ്റ് ജീവിക്കുന്ന ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും സ്തുതിപ്പാനും അവിടുന്ന് സഹായിക്കണമേ. സ്വർഗീയ ദർശനം നൽകി ഞങ്ങളെ കാക്കുകയും ചെയ്യണമേ. രൂപാന്തരപ്പെട്ടവരായി തന്നെ ജീവിപ്പാൻ ഭാഗ്യനാളായി തീരുവാൻ ഇടയാക്കുകയും ചെയ്യണമേ. യേശു മൂലം പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. ആശീർവാദം. നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി ചെയ്യുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നവന് സഭയിലും ക്രിസ്തയേശുവിലും എന്നേക്കും തലമുറ തലമുറയായി മഹത്വമുണ്ടാകട്ടെ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും സഹവാസവും നാം ഏവരുടെ മേലും ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. മനസ്സലെ ഉടയ മഹോന്നത പരനെ വന്ദനം നിനക്കാമേ. മനസ്സലെ ഉടയ മഹോന്നത പരനെ വന്ദനം നിനക്കാമേ.